അപ്പോൾ നിങ്ങളുടെ ആരുടെങ്കിലും ബ്ലോഗ് ഞാൻ ചെക്ക് ചെയ്തിട്ടൊന്ന് അംബരീഷ് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റും. രതീഷ് ഷെയർ ചെയ്യും. ഓക്കെ, പ്രസന്ന കൊടുത്തില്ല. അപ്പം രതീഷിൻ്റെ സ്ക്രീൻ എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടോ? ബാക്കിയുള്ള ആൾക്കാർക്ക്? ഓക്കെ. രതീഷ് പുതിയ ഇപ്പോൾ ഒരു എൻ്റെ സ്ക്രീനാണ് സെലക്ട് ചെയ്തത് അതോ സിംഗിൾ ടാബാണ് സെലക്ട് ചെയ്തത്? ഷെയർ കൊടുത്തപ്പോഴത്തേക്ക് എൻ്റെ സ്ക്രീൻ ഒന്ന് അത് സ്റ്റോപ്പ് ചെയ്തിട്ട് എൻ്റെ സ്ക്രീൻ കൊടുക്കാമോ? അല്ല, എൻ്റെ സ്ക്രീൻ കൊടുത്ത് നിങ്ങൾ ഇതാക്കും. വരുന്നതേ ഉള്ളൂ കേട്ടോ, വരുന്നതേ ഉള്ളൂ, റെഡി ആവുന്നതേ ഉള്ളൂ. ഓക്കെ ഓക്കെ, അത് ഡിസ്മിസ് കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് രതീഷിൻ്റെ ബ്ലോഗിൻ്റെ സ്ക്രീനാണ് നമുക്ക് കാണുന്നത്. നമുക്ക് ബ്ലോഗ് ചെക്ക് ചെയ്യാം. ഹിസ്റ്ററി ആൻഡ് എവല്യൂഷൻ ഓഫ് SEO നമ്മൾ പറഞ്ഞതനുസരിച്ച് ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്, പിന്നെ ഇമേജ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിനകത്ത് ഇമേജ് ഒപ്റ്റിമൈസേഷൻ നമുക്ക് ആദ്യം പഠിക്കാം കേട്ടോ. ഒരു വെബ്സൈറ്റിനകത്തോ അല്ലെങ്കിൽ ഒരു ബ്ലോഗ് പോസ്റ്റിനകത്തൊക്കെ നമ്മൾ ഓൺ പേജ് ഒപ്റ്റിമൈസേഷൻ ചെയ്യുമ്പോൾ ഓൺ പേജിനകത്ത് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഇമേജ് ഒപ്റ്റിമൈസേഷൻ. എന്തൊക്കെയാണ് ഇതിനകത്ത് വരുന്നതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. നിങ്ങൾ ഒരുപക്ഷെ ഞാൻ ഇല്ലായിരുന്ന ദിവസത്തെ ക്ലാസ്സിൽ ഒലി അനശ്വര്യം പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓൺ പേജ് ഒപ്റ്റിമൈസേഷനകത്ത് ഇമേജ് ഒപ്റ്റിമൈസേഷനാണ് ഏറ്റവും സിംപിളസ്റ്റ് ആയിട്ടുള്ള ഒരു ഒപ്റ്റിമൈസേഷൻ പ്രാക്ടീസ് എന്നാണെങ്കിൽ പറയാം. ഒരു ഇമേജിനെ ഗൂഗിൾ മനസ്സിലാക്കാൻ വേണ്ടി ആ ഇമേജിൻ്റെ ഓൾട്ട് നെയിമും ഇമേജിന് കൊടുക്കുന്ന ഫയൽ നെയിമും അതുപോലെ തന്നെ ഇമേജ് പബ്ലിഷ് ചെയ്തേക്കുന്ന പേജിനകത്തുള്ള കണ്ടൻസ് നെയിമാണ് മെയിനായിട്ട് അതിൻ്റെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഐഡൻറ്റിറ്റി മാർക്കുകൾ. എന്ന് പറഞ്ഞാൽ നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന പേജിനകത്ത് നമ്മൾ കൊടുക്കുന്ന ഇമേജിനെ മനസ്സിലാക്കാൻ വേണ്ടി ഗൂഗിൾ മനസ്സിലാക്കാൻ വേണ്ടി എടുക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്ന് പറയുന്നത് ആ ഇമേജിന് നമ്മൾ കൊടുക്കുന്ന ഓൾട്ടർനേറ്റ് നെയിം അഥവാ ഓൾട്ട് നെയിം, അതുപോലെ തന്നെ ഇമേജിന് നമ്മൾ കൊടുക്കുന്ന ഫയൽ നെയിം, ഇമേജ് സേവ് ചെയ്യുമ്പോൾ കൊടുക്കുന്ന ഫയൽ നെയിം. ഇപ്പോൾ ഇവിടെ ഇമേജിന് രതീഷ് ഹിസ്റ്ററി ആൻഡ് എവല്യൂഷൻ ഓഫ് SEO എന്ന് ഓൾട്ട് നെയിം കൊടുത്തിട്ടുള്ളതായിട്ടാണ് റൈറ്റ് സൈഡിൽ കാണിക്കുന്നത്. ഇതിനകത്ത് അംബരീഷിനും രതീഷിനും ആൻസിക്കും ഒക്കെ കൃത്യമായിട്ട് അറിയായിരിക്കും. കുറച്ചെങ്കിലും കൺഫ്യൂഷൻ ഉള്ളത് ഐശ്വര്യയ്ക്കായിരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇമേജ് സെലക്ട് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിൽ കാണിക്കുന്നുണ്ടോ ബ്ലോക്ക് എന്നുള്ള പോർഷന് താഴെയായിട്ട് ഹിസ്റ്ററി ആൻഡ് എവല്യൂഷൻ ഓഫ് SEO എന്ന് കൊടുത്തിരിക്കുന്നുണ്ടോ? അതാണ് ആ ഇമേജിൻ്റെ ഓൾട്ട് നെയിം ഓർ ഓൾട്ടർനേറ്റീവ് നെയിം എന്ന് പറയും. ആ ഓൾട്ടർനേറ്റീവ് നെയിം നമ്മൾ എന്താണോ ഇവിടെ കൊടുക്കുന്നത് അത് വെച്ചിട്ട് ഗൂഗിൾ എന്ത് ചെയ്യും? ആ ഇമേജ് എന്തിനെ പറ്റിയുള്ളതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കും എന്നാണ് നമ്മളറിയാം. അപ്പം ഒരു ഇമേജ് നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്യുമ്പോൾ നമ്മുടെ പേജിൻ്റെ അകത്ത് കൊടുക്കുന്ന ഇമേജിനെ ഗൂഗിൾ മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഘടകങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ആ ഇമേജിന് കൊടുക്കുന്ന ഓൾട്ട് നെയിം അഥവാ ഓൾട്ടർനേറ്റീവ് ടെക്സ്റ്റ് ആണെന്ന് മനസ്സിലാക്കുക. അത് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഹിസ്റ്ററി ആൻഡ് എവല്യൂഷൻ ഓഫ് SEO എന്ന് ഓൾട്ടർനേറ്റ് നെയിം കൊടുത്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം, നമ്മൾ ഇമേജിന് അപ്ലോഡ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് ഒരു നെയിം കൊടുത്തിട്ടുണ്ടാകും. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുള്ള വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിവിൻ്റെ പരമാവധി JPG PNG പോലുള്ള പഴയ ടൈപ്പ് ഇമേജുകളെ ഉപയോഗിക്കാതിരിക്കാം. അത് നിങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടാവും. വെബ് പോലുള്ള ഫോർമാറ്റിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി ഇമേജ് സേവ് ചെയ്യുമ്പോൾ തന്നെ അതിനൊരു ഫയൽ നെയിം കൊടുക്കുമ്പോൾ നമ്മൾ എന്തിൻ്റെ ഇമേജാണോ അതിനനുസരിച്ച് ഫയൽ നെയിം കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഞാൻ റിപ്പീറ്റ് ചെയ്യാം. നമ്മൾ ഇമേജിനെ ഒരു ബ്ലോഗ് പോസ്റ്റിനകത്തേക്കോ ഒരു വെബ്സൈറ്റിൻ്റെ പേജിനകത്തേക്കോ ഒരു ഇമേജിനെ കൊടുക്കുമ്പോൾ ആ ഇമേജ് നമ്മൾ സേവ് ചെയ്യുന്ന സമയത്ത് തന്നെ ആ ഇമേജിന് ഫയൽ നെയിം കൊടുക്കുമ്പോൾ ഒന്നോ രണ്ടോ വാക്കുകളുള്ള ഒരു ഫയൽ നെയിമാണ് കൊടുക്കുന്നതെങ്കിൽ ആ വാക്കുകളുടെ ഇടയിൽ എന്ത് കൊടുക്കാൻ പാടില്ല? സ്പേസ് കൊടുക്കാൻ പാടില്ല. പകരം ഹൈഫൺ കൊടുത്ത് സേവ് ചെയ്യുക. ഒപ്പം തന്നെ ആ ഇമേജ് എന്തിനെ പറ്റിയുള്ള ഇമേജാണോ ആ ഫയൽ നെയിം കൊടുക്കുന്നത് ഉചിതമായിരിക്കും. ഉദാഹരണത്തിന് നമുക്കിപ്പം SEO എവല്യൂഷൻ എന്നുള്ള ഒരു ഇമേജാണ് സേവ് ചെയ്യുന്നതെങ്കിൽ SEO-evolution.web. അത് JPG ആയിട്ടോ PNG ആയിട്ടാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഓൺലൈനായിട്ട് കൺവേർട്ട് ചെയ്യുന്ന വെബിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ഏതെങ്കിലും കൺവേർട്ടർ ഉപയോഗിച്ച് ഗൂഗിളിനകത്ത് തന്നെ JPG to web കൺവേർട്ടർ എന്നൊക്കെ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കൺവേർട്ടേഴ്സ് കിട്ടും. അതിനകത്തേക്ക് ഫയൽ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് അതിനെ വെബ് ആക്കിയ ഫോർമാറ്റ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്യുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ കൊടുത്ത ആ ഇമേജ് എന്തിനെ പറ്റിയുള്ളതാണോ ആ ഇമേജിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന നെയിമാണ് ഒരു ടേമാണ് ഫയൽ നെയിം ആയിട്ട് കൊടുക്കേണ്ടത്. ഒന്നിൽ കൂടുതൽ ടേംസ് വരുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും സ്പേസ് കൊടുക്കാൻ പാടില്ല. അപ്പം ഒരു കാരണം ഏതെങ്കിലും രീതിയിൽ നമ്മളൊരു ഇമേജിന് സ്പേസ് കൊടുത്തു പോയെന്ന് വെച്ചു. ഉദാഹരണത്തിന് നമ്മളൊരു ഇമേജ് സേവ് ചെയ്തു SEO-evolution.web എന്ന് സേവ് ചെയ്ത് പോയാൽ ആ ഇമേജ് വർക്ക് ചെയ്യുകയൊക്കെ ചെയ്യും, അപ്ലോഡ് ചെയ്യാനൊക്കെ പറ്റും. പക്ഷേ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഇമേജിൻ്റെ URL-നകത്ത് ആ ഇമേജിൻ്റെ ഫയൽ നെയിം URL-നകത്ത്
ആ നമ്മൾ സ്പേസ് കൊടുത്ത സ്ഥലത്ത് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് കയറി വരുന്നത് കാരണം അത് നമുക്കൊരു ഡിഫക്റ്റ് ആയിട്ട് മാറും. അപ്പോൾ നമ്മളൊരു ഇമേജിനെ സേവ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത് ഒന്നിൽ കൂടുതൽ ഫയൽ നെയിം അല്ലെങ്കിൽ ടേംസ് ഉള്ള ഒരു ഫയൽ നെയിം കൊടുത്താണ് ഇമേജ് സേവ് ചെയ്യുന്നതെങ്കിൽ ആ ഇമേജ് എന്തിനെ പറ്റിയുള്ളതാണ്. ഉദാഹരണത്തിന് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഒരു ഇമേജ് ഒരു ബെൻസ് കാറാണ്. അപ്പോൾ അവിടെ ബെൻസ് -car.webby എന്ന് സേവ് ചെയ്ത് വെബ് ഇമേജ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് വെബ് ആയിട്ട് സേവ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് ഉചിതം. പകരം ബെൻസ് സ്പേസ് കാർ എന്ന് കൊടുക്കരുത്. അങ്ങനെ കൊടുത്താൽ എന്ത് സംഭവിക്കും? ആൻസി പറഞ്ഞു നോക്കി, നമ്മളൊരു ഇമേജ്, അത് ഇമേജ് മാത്രമല്ല കേട്ടോ, നമ്മളെ വെബ്സൈറ്റിനകത്ത് ഉപയോഗിക്കുന്ന CSS, ജാവാസ്ക്രിപ്റ്റ്, HTML ഫയൽ, ഇമേജ് ഫയലുകൾ, എല്ലാ ഫയലും നമ്മൾ വെബ്സൈറ്റിൻ്റെ അസറ്റുകളായിട്ട് ഉപയോഗിക്കുന്ന ഏത് ഫയൽ സേവ് ചെയ്യുമ്പോഴും ആ ഫയലിൻ്റെ നെയിം കൊടുക്കുമ്പോൾ ഇടയ്ക്ക് സ്പേസ് കൊടുക്കാൻ പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ആൻസി? പറയാൻ പറ്റുന്നുണ്ടോ? പറയാം റിപ്പീറ്റ്. അതാണ് ഞാൻ ചോദിച്ചത്. നിങ്ങളിപ്പോൾ വന്നതേ ഉള്ളൂ, ഞാൻ പറയുന്ന കാര്യത്തിലേക്ക്. അജീഷും ലേറ്റായിട്ടാണ് വന്നത്, കുഴപ്പമില്ല. അജീഷിനും ആൻസിക്കും വേണ്ടി വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയാം. നമ്മളൊരു വെബ്സൈറ്റിനകത്ത് നമ്മൾ ഇമേജ് ഒപ്റ്റിമൈസ് ചെയ്യുന്ന സമയത്ത് ആ ഇമേജിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഗൂഗിൾ പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് നോക്കുക. ഒന്ന്, ഇമേജിന് നമ്മൾ കൊടുക്കുന്ന ഓൾട്ട് നെയിം അഥവാ ഓൾട്ടർനേറ്റീവ് ടെക്സ്റ്റ്. രണ്ടാമത്തേത്, ആ ഇമേജിന് നമ്മൾ കൊടുക്കുന്ന ഫയൽ നെയിം. ഇമേജ് നമ്മൾ സേവ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഫയൽ നെയിം കൊടുക്കുമല്ലോ, ആ ഫയൽ നെയിം ആ ഇമേജിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഗൂഗിൾ ഉപയോഗിക്കാറുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ ആ ഇമേജ് പബ്ലിഷ് ചെയ്തിരിക്കുന്ന പേജിനകത്തുള്ള കണ്ടൻസ് ഇമേജിനെ മനസ്സിലാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഒരു ഇമേജ് ഒപ്റ്റിമൈസേഷൻ നമ്മൾ നടത്തുമ്പോൾ നമ്മൾ ടോപ്പിക് എന്തിനെ പറ്റിയുള്ളതാണോ ആ ടോപ്പിക്കിന് ഏറ്റവും റിലവൻ്റ് ആയിട്ടുള്ള ഒരു ഇമേജ് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അത് JPG PNG ഒക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഓൺലൈനായിട്ടുള്ള കൺവേർട്ടറിൽ പോയി വെബ് ആയിട്ട് ഫോർമാറ്റിലേക്ക് നമ്മൾ മാറ്റി സേവ് ചെയ്യുക. സേവ് ചെയ്യുമ്പോൾ ഫയൽ നെയിം കൊടുക്കുന്നിടത്ത് ഉദാഹരണത്തിന് നമ്മൾ SEO ഹിസ്റ്ററി എന്ന് പറയുന്നൊരു ഇമേജാണ് കൊടുക്കുന്നതെങ്കിൽ SEO സ്പേസ് ഹിസ്റ്ററി എന്ന് കൊടുക്കാൻ പാടില്ല, SEO-history.jpg എന്ന് കൊടുക്കുക. അതിനുശേഷം ആ ഇമേജിനെ വെബ് ആക്കിയിട്ടാണ് നമ്മളിവിടെ വിളിക്കുക. ഇവിടെ കോൾ ചെയ്യും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം, ഇമേജിനെ സെലക്ട് ചെയ്തിട്ട് ഓൾട്ട്, ഒരിക്കൽ കൂടെ രതീഷ ഓൾട്ട് കൊടുത്തിങ്ങനെ കാണിച്ചു കൊടുത്തേ. ഇമേജ് ക്ലിക്ക് ചെയ്ത്, മിക്ക ആൾക്കാർ ഓൾട്ട് കൊടുത്തിട്ടുണ്ടാവും. ഇമേജ് ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ റൈറ്റ് സൈഡിൽ അവിടെ ഹിസ്റ്ററി ആൻഡ് എവല്യൂഷൻ ഓഫ് SEO എന്ന് ഓൾട്ട് നെയിം കൊടുത്തിട്ടുണ്ട്. ഓൾട്ട് കൊടുക്കുന്നതിനകത്ത് നമുക്ക് സ്പേസ് ഒക്കെ കൊടുക്കാം കേട്ടോ. പക്ഷേ ഫയൽ നെയിം കൊടുക്കുമ്പോൾ ഒരു കാരണവശാലും ഫയൽ നെയിമിൻ്റെ വാക്കുകളുടെ ഇടയിൽ സ്പേസ് കൊടുക്കാൻ പാടില്ല. അറിയാതെ നമുക്ക് അബദ്ധത്തിന് സ്പേസ് കൊടുത്തു പോയാൽ എന്നാ സംഭവിക്കും, ആ ഇമേജ് വർക്ക് ചെയ്യുകയും അപ്ലോഡ് ആകുകയും വെബ്സൈറ്റ് കാണിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ആ ഇമേജിൻ്റെ URL-നകത്ത് നമ്മൾ സ്പേസ് കൊടുത്തു പോയ സ്ഥലത്തൊക്കെ എന്താണ് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് 20% എന്നൊക്കെ പറഞ്ഞ് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് കയറി വരും. അതുകൊണ്ട് വെബ്സൈറ്റിനോ ആ പേജിനോ ഉണ്ടാകുന്ന ഇഷ്യൂസ് നമുക്ക് പിന്നെ സോൾവ് ചെയ്യാൻ പറ്റാതെ വരും എന്നുള്ളതാണ് ഒരു വസ്തുത. അപ്പം ഇമേജിന് ഫയൽ നെയിം, ഇമേജ് HTML ഫയൽ പോലെയുള്ള വെബ്സൈറ്റിനകത്ത് ഉപയോഗിക്കുന്ന അസറ്റുകൾ അല്ലെങ്കിൽ കമ്പോണൻസിന് ഫയൽ നെയിം കൊടുക്കുമ്പോൾ സ്പേസ് കൊടുത്ത് സേവ് ചെയ്യാൻ പാടില്ല, പകരം ഹൈഫൺ കൊടുത്ത് സേവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ പഠിച്ച പോയിന്റ്. അത് വളരെ സിമ്പിളായിട്ടുള്ളൊരു സംഗതിയാണ്. നമ്മൾ ചെയ്തു പോകുമ്പോൾ അത് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പോകുന്നതാണ് ഉചിതം. അപ്പോൾ നമ്മളിവിടെ ഇമേജ് കൊടുത്തിട്ടുണ്ട്, ഇമേജിന് ഓൾട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ പേജിനകത്തുള്ള ഇമേജുകൾക്ക് ഒപ്റ്റിമൈസേഷൻ ചെയ്തിട്ടുണ്ടെന്നാണ് അർത്ഥം. ഇനി താഴോട്ട് വന്നേ, വേറെ ഇമേജ് ഉണ്ടോ രതീഷ്? താഴോട്ട് വന്നേ. ഓക്കെ, അടുത്തൊരു ഇമേജ് സെലക്ട് ചെയ്തേ, അതിന് ഓൾട്ട് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് ചെക്ക് ചെയ്യണം. അതിൻ്റെ ഇമേജിൻ്റെ പുറത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ ഇമേജ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഇമേജുകളൊക്കെ കൊടുത്തേക്കുന്നതിനകത്ത് ഓൾട്ട് കൊടുത്തിട്ടുണ്ടെന്നുള്ളത് ഒന്ന് കൺഫേം ചെയ്തു. പിന്നെ നമ്മൾ ഇന്നലെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ പേജിനകത്ത് ചെക്ക് ചെയ്തിട്ടുണ്ടെന്ന്. ഇമേജ് നമ്മൾ പേജിനകത്ത് കൊടുക്കുന്ന കണ്ടൻസൊക്കെ ഒരുപാട് വേർഡ്സ് ഉള്ള സെൻറ്റൻസുകളാകാതെ സിമ്പിൾ സെൻറ്റൻസ് ആക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒരു സെക്കൻഡ്, 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19. ഓക്കെ, 18. ഓക്കെ, അത് കുഴപ്പമില്ല. അപ്പം ഒരു 20 വേർഡ്സിന് അധികം വരുന്ന വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല. ഇന്നലെ വരാത്ത ആളാണ് ഐശ്വര്യ. ഒരു സെൻറ്റൻസ് നമ്മൾ പേജിനകത്ത് കൊടുക്കുന്ന സെൻറ്റൻസുകൾ വളരെ സിമ്പിളായിരിക്കുന്നത് വളരെ നല്ലതാണ്. സിമ്പിൾ അല്ലാത്ത സെൻറ്റൻസുകളുള്ള പേജുകളെ ഗൂഗിൾ ഡിമോട്ട് ചെയ്യാം. പ്രത്യേകിച്ച് നീളം കൂടിയ സെൻറ്റൻസുള്ള പേജുകളെ ഗൂഗിൾ അധികം അങ്ങനെ നീളം കൂടിയ സെൻറ്റൻസുള്ള പേജുകളെ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനുള്ള പേജുകളെ ഗൂഗിൾ അധികം ആൾക്കാർക്ക് പ്രൊമോട്ട് ചെയ്ത് കൊടുക്കാറില്ല, ആൾക്കാർക്ക് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കാറില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അത് റീഡ് ചെയ്യുന്ന ആൾക്കാർക്ക് അത് വായിച്ച് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട്. 20 വേർഡ്സൊക്കെ കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ ആദ്യം അവർ വായിച്ച വാക്കുകൾ അവരെ മനസ്സിൽ നിന്ന് പോയിട്ടുണ്ടാകും. അപ്പോൾ പിന്നെയുള്ള വാക്കുകളൊന്നും അല്ലെങ്കിൽ ആദ്യം വായിച്ച വാക്കുകളൊക്കെ മനസ്സിൽ നിന്ന് പോയിട്ടുള്ളത് കൊണ്ട് അത് പൂർണ്ണമായിട്ട് അർത്ഥം മനസ്സിലാക്കാൻ ആൾക്കാർക്ക് സാധിക്കത്തില്ല. പകരം സിമ്പിൾ സെൻറ്റൻസ് ആയിട്ട് എഴുതണമെന്ന് പഠിച്ചിട്ടുണ്ട്. സിമ്പിൾ സെൻറ്റൻസ് ആക്കി മാറ്റുമ്പോൾ ഓരോ സിമ്പിൾ സെൻറ്റൻസ് കഴിഞ്ഞിട്ട് ഫുൾ സ്റ്റോപ്പും അത് കഴിഞ്ഞ് സ്പേസും, ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞാലും കോമ കഴിഞ്ഞാലും സ്പേസ് കൊടുക്കണം എന്നുള്ളത് ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യമാണ്. ഓക്കെ, ഇനി താഴോട്ട് വന്നേ കുറച്ചുകൂടെ. ഹിസ്റ്ററി ഓഫ് SEO. ഇനി അത് കഴിഞ്ഞിട്ട് എവല്യൂഷൻ ഓഫ് SEO എന്ന് കൊടുത്തിട്ടുണ്ട്, അതിനൊരു ഇമേജ് കൊടുത്തിട്ടുണ്ട്.
കീവേഡ് സ്പെസിഫിക് ആയിട്ടുള്ള SEO പറ്റി പറയുന്നുണ്ട്. ഓക്കെ, പോട്ടെ, താഴ്ത്തോട്ടെ. ഓക്കെ, ലിങ്ക് സ്പെസിഫിക് SEO അല്ലെങ്കിൽ ലിങ്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തെ സൂചിപ്പിക്കുന്നത് ലിങ്ക് സ്പെസിഫിക്. ഓക്കെ, ക്വാളിറ്റി ലിങ്ക് സ്പെസിഫിക്. ഇയർ 2000 ദി ഇൻട്രൊഡക്ഷൻ ഓഫ് സെർച്ച് ആഡ്സ് 2000. ഓക്കെ, സെർച്ച് ആഡ്സ് എന്ന് പറയുമ്പോൾ ഗൂഗിൾ ആഡ്സ് സ്റ്റാർട്ട് ചെയ്തതിനെ പറ്റിയാണ് അവിടെ പറയുന്നത്, ഗൂഗിൾ ആഡ്വേർഡ്സ് ഇല്ലേ. ഓക്കെ 2023 ഇൻട്രൊഡക്ഷൻ ഓഫ് ആഡ്സെൻസ് ഗൂഗിൾ. ഇത് ഈ സെൻറ്റൻസുകളൊക്കെ ക്രോസ് ചെക്ക് ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ, വായിച്ചെന്ന് നോക്കി കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ലല്ലോ. പിന്നെ നമ്മൾ വേറെ ഏതെങ്കിലും റിസോഴ്സ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ സെൻറ്റൻസ് നമ്മളതായിട്ടുള്ള രീതിയിൽ മാറ്റി എഴുതുന്നത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. നോ ഫോളോയിൽ നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ടോ രതീഷ്? അവിടെ ക്ലിക്ക് ചെയ്യാൻ പറ്റുന്ന നോക്കി. നോ ഫോളോയിൽ അവിടെ ക്ലിക്ക് ചെയ്ത് ഓക്കെ, അവിടെ നോ ഫോളോ എന്ന് പറഞ്ഞാൽ വിക്കിപീഡിയക്കകത്തുള്ള നോ ഫോളോ പേജിലേക്ക് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആങ്കർ ടെക്സ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ആങ്കർ ടെക്സ്റ്റ് കൊടുക്കാൻ അനശ്വരയും ഒലിയും കൂടി നിങ്ങളെ പഠിപ്പിച്ച് തന്നിട്ടുണ്ടാവും, നിങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഉറപ്പായി. ഓക്കെ, ഇനി താഴോട്ട് വന്നേ. അപ്പോൾ ഏകദേശം ബാക്കിയുള്ള എല്ലാ ആൾക്കാരും ഇതുപോലെ ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ അല്ലേ, വേറെ ഒന്നും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം ഇമേജ് ഒപ്റ്റിമൈസേഷനെ പറ്റി പഠിക്കുകയാണെങ്കിൽ നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന പേജിനകത്ത് ഓൺ പേജ് ചെയ്യുമ്പം നമ്മൾ ചെയ്യുന്ന പ്രോസസ്സുകളിൽ സിമ്പിളായിട്ടുള്ള വർക്കാണ് ഇമേജ് ഒപ്റ്റിമൈസേഷൻ. കൊടുക്കുന്ന ഇമേജിന് ആ ഇമേജിനകത്ത് ഓൾട്ട് നെയിം കൊടുക്കുക. ഇനി നമ്മൾ ഈ കൊടുക്കുന്ന ഓൾട്ട് നെയിം എവിടെ വരുമെന്ന് അറിയാമല്ലോ. നമ്മൾ ഇമേജ് വിളിക്കുന്ന IMG SRC ടാഗുണ്ട്. ആ ടാഗിനകത്ത് REL തെറ്റിപ്പോയി. IMG SRCക്കകത്ത് നമ്മൾ എന്ത് ചെയ്യും, ഓൾട്ട് ഇൻവെർട്ടർ കോമയ്ക്കകത്ത് നമ്മൾ കൊടുക്കുന്ന ഓൾട്ട് നെയിം അവിടെ വന്നോളും. കോഡിനകത്ത് അതാണ് വരിക. ഇനി ആങ്കർ ടെക്സ്റ്റ് ഒപ്റ്റിമൈസേഷൻ കൊടുക്കുമ്പം നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നും എന്താണ് ആങ്കർ ടെക്സ്റ്റ് ഒപ്റ്റിമൈസേഷൻ എന്നാണ് ഇനി പറയാൻ പോകണം. നേരത്തെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും, നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്, ആങ്കർ ടെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. എന്നാലും ഞാൻ ആങ്കർ ടെസ്റ്റ് ഒപ്റ്റിമൈസേഷനെ പറ്റി ജനറലായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന പേജിനകത്ത് നമ്മൾ കണ്ടൻറ്റ് അറേഞ്ച് ചെയ്യുമ്പോൾ ആ കണ്ടൻറ്റിനകത്ത് നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, വേറെ പേജുകളിലേക്കോ അതിന് റെഫറൻസ് ആയിട്ടൊക്കെ ലിങ്ക് ആഡ് ചെയ്യുന്ന പ്രോസസ്സുണ്ട്. നമ്മൾ ആഡ് ചെയ്യുന്ന ലിങ്കുകൾ അല്ലെങ്കിൽ നമ്മൾ റെഫറൻസ് ആയിട്ട് കൊടുക്കുന്ന ലിങ്ക് കൊടുക്കുന്ന പ്രോസസ്സാണ് എന്ത് കൊടുക്കുക. ഓക്കെ, രൂപേഷ് ലോഗിൻ ആയില്ലേ? രൂപേഷ് കേൾക്കാൻ പറ്റുന്നുണ്ടോ? രൂപേഷ്, ഹലോ. കേൾക്കാം, ഞാനിപ്പോൾ ലോഗിൻ ആയുള്ളൂ. റിയലി സോറി, ട്രാഫിക്കിലായതുകൊണ്ട് മെസ്സേജ് ഒന്നും വിളിക്കാൻ പറ്റിയില്ല. കുഴപ്പമില്ല. ഞാൻ എന്തായാലും ക്ലാസ് റെക്കോർഡ് കൊടുത്തിട്ടുണ്ട്. അത് വേറെ ഇഷ്യൂ ഒന്നും ഇല്ല, റെക്കോർഡ് ആവുന്നുണ്ടാവും എന്ന് വിചാരിക്കും. റെക്കോർഡ് കൊടുത്തിട്ടുണ്ട്. റെക്കോർഡ് ആവുന്നുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ രതീഷിൻ്റെ ബ്ലോഗാണ് നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരുന്നത്. രതീഷിൻ്റെ ബ്ലോഗ് എനിക്ക് തോന്നുന്നു രതീഷിൻ്റെ പ്രസൻറ്റ് ചെയ്തിരുന്നത് സ്റ്റോപ്പായി പോയെന്ന് തോന്നുന്നു. ഇപ്പോൾ പ്രീവ്യൂ കാണുന്നില്ലല്ലോ. ആർക്കെങ്കിലും കാണാമോ രതീഷിൻ്റെ സ്ക്രീൻ സ്റ്റോപ്പായി പോയെന്ന് തോന്നുന്നു. ഇല്ല. അപ്പോൾ ഇനി രതീഷിൻ്റെ സ്ക്രീൻ നമ്മൾ കുറച്ച് നേരം ചെക്ക് ചെയ്തല്ലോ. രതീഷ് വീണ്ടും പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഹൈപ്പർ ലിങ്ക് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഹൈപ്പർ ലിങ്ക് ആഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ആങ്കർ ടെക്സ്റ്റ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറയാം. പേജിനകത്തുള്ള കണ്ടൻറ്റ് ഒപ്റ്റിമൈസേഷന് ഒപ്പം നമ്മൾ പഠിച്ചു പോകുന്ന ഒരു പ്രോസസ്സാണ് ആങ്കർ ടെക്സ്റ്റ് ഒപ്റ്റിമൈസേഷൻ. അപ്പോൾ അത് ഡെഫിനേഷനായിട്ടൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതി വയ്ക്കാം. എന്താണ് ആങ്കർ ടെക്സ്റ്റ് ഒപ്റ്റിമൈസേഷൻ എന്നൊക്കെ ചിലപ്പോൾ ഇൻ്റർവ്യൂവിന് ചോദിക്കാം. നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന പേജിനകത്ത് നിന്ന് നമ്മൾ ലിങ്കുകൾ ആഡ് ചെയ്യുന്നുണ്ടാകും. ചില വാക്കുകൾക്ക് അതിന് റെഫറൻസ് ആയിട്ട് ലിങ്ക് ആഡ് ചെയ്യുന്നുണ്ടാകും. ആങ്കർ ടെക്സ്റ്റ് ഒപ്റ്റിമൈസേഷൻ ചെയ്യുന്നത് വഴി ഒരുപാട് അഡ്വാൻറ്റേജുകൾ SEOക്കകത്തുണ്ട്. SEO പ്രോസസ്സിൽ ഓൺ പേജിനകത്ത് പ്രത്യേകിച്ച് ബോഡി പോർഷനകത്തുള്ള മോഡിഫിക്കേഷനുകളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് നേടിത്തരുന്ന ഒരു സംഗതി കൂടിയാണ് ആങ്കർ ടെക്സ്റ്റ് ഒപ്റ്റിമൈസേഷൻ. ആങ്കർ ടെക്സ്റ്റ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുമ്പോൾ സിമ്പിളായിട്ട് നമുക്കൊരു ഹൈപ്പർ ലിങ്ക് കൊടുക്കുന്ന പ്രോസസ്സാണെന്ന് പറയാമെങ്കിലും അതിൻ്റെ അഡ്വാൻറ്റേജുകളെ പറ്റിയാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. എന്തൊക്കെയാണ് അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ പേജിനെ ക്രോൾ ചെയ്യുന്ന ബോട്ട്സിന് അത് ക്രോൾ ചെയ്യാനുള്ള ആ ഒരു ക്രോളിംഗ് പ്രോസസ്സിനെ ത്വരിതപ്പെടുത്തുന്ന അല്ലെങ്കിൽ അതിനെ ബൂസ്റ്റപ്പ് ചെയ്യുന്ന ഫ്യൂവലിനെ പോലെ ആങ്കർ ടെക്സ്റ്റുകൾ വർക്ക് ചെയ്യും. ആങ്കർ ടെക്സ്റ്റ് എന്ത് ചെയ്യും, ക്രോളിംഗ് പ്രോസസ്സിനെ ത്വരിതപ്പെടുത്തും അല്ലെങ്കിൽ ബൂസ്റ്റപ്പ് ചെയ്യും. ആങ്കർ ടെക്സ്റ്റ് കൊടുക്കുന്നത് വഴി നമ്മുടെ പേജിനകത്തുള്ള കണ്ടൻറ്റ് കൂടുതൽ എളുപ്പത്തിൽ ക്രോൾ ചെയ്യപ്പെടാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ക്രോൾ ചെയ്യപ്പെടുക, ഐഡൻറ്റിഫൈ ചെയ്യപ്പെടുക എന്നുള്ളത് നമ്മളെ പേജിനെ സംബന്ധിച്ചോളം നമ്മൾ SEO ഓൺ പേജ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശ ലക്ഷ്യമായതുകൊണ്ട് ഉറപ്പായിട്ട് നമ്മൾ ആങ്കർ ടെക്സ്റ്റ് ഒപ്റ്റിമൈസേഷൻ കണ്ടക്ട് ചെയ്യണത് മസ്റ്റായിട്ടുള്ള സംഗതിയാണ്. അത് ചെയ്യുന്നുള്ള അഡ്വാൻറ്റേജുകൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒന്നാമത്തേത് ആങ്കർ ടെക്സ്റ്റുകൾ ക്രോളിംഗ് പ്രോസസ്സിനെ ഉത്തേജിപ്പിക്കും. പല ആർട്ടിക്കിളിനകത്തും ഗൂഗിൾ അടക്കമുള്ള ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്തിട്ടുള്ള പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരുപാട് ബ്ലോഗ് പോസ്റ്റിനകത്തൊക്കെ എഴുതിയിട്ടുള്ളത് ആങ്കർ ടെക്സ്റ്റ് വിൽ ഫ്യൂവൽ അപ്പ് ദി ക്രോളിംഗ് പ്രോസസ്സ് എന്ന് തന്നെയാണ്. അതായത്
ഫ്യൂവലപ്പ് ചെയ്യും, ക്രോളിംഗ് പ്രോസസ്സിനെ ഫ്യൂവലപ്പ് ചെയ്യും അല്ലെങ്കിൽ ക്രോളിംഗ് പ്രോസസ്സിനെ ബൂസ്റ്റപ്പ് ചെയ്യും എന്നൊക്കെ നിങ്ങൾ എഴുതി വെച്ചാൽ മതി. ഒന്നാമത്തെ അഡ്വാൻറ്റേജ്. രണ്ടാമത്തേത് ആങ്കർ ടെക്സ്റ്റുകൾ കൊടുക്കുന്നത് വഴി പേജിൽ വരുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്ലിക്ക് ചെയ്യാൻ പറ്റും. ക്ലിക്ക് ചെയ്ത് അതൊരു ഇൻട്രാക്ഷനായിട്ട് നമുക്ക് കൗണ്ട് ചെയ്യപ്പെടുന്നതുകൊണ്ട് നമ്മളെ വെബ് പേജിൽ എത്തുന്ന ആൾക്കാരുടെ ഒരു ഇൻട്രാക്ഷനായിട്ട് ആ ക്ലിക്കുകൾ കൗണ്ട് ചെയ്യുന്നത് കൊണ്ട് നമുക്കത് നമ്മളെ ട്രസ്റ്റ് വർദ്ധിക്കാനും നമുക്ക് ബൗൺസ് റേറ്റ് വരാനുള്ള സാധ്യത കുറയ്ക്കുകയൊക്കെ ചെയ്യും. ഇനി മൂന്നാമത്തെ അഡ്വാൻറ്റേജ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ആങ്കർ ടെക്സ്റ്റ് ഇൻറ്റേർണൽ ലിങ്കുകളാണ് കൊടുക്കുന്നതെങ്കിൽ, ഇൻറ്റേർണൽ ലിങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ വെബ്സൈറ്റിൻ്റെ ഒരു പേജിൽ നിന്ന് തന്നെ നമ്മളെ വെബ്സൈറ്റിൻ്റെ വേറൊരു പേജിലേക്ക് കൊടുക്കുന്ന ലിങ്കുകളെയാണ് ഇൻറ്റേർണൽ ലിങ്ക് എന്ന് പറയുക. ഉദാഹരണത്തിന് ഇപ്പോൾ രൂപേഷിൻ്റെ ബ്ലോഗിനകത്ത് നിന്ന് രൂപേഷിൻ്റെ എബോട്ട് പേജിലേക്ക് ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ബ്ലോഗിൻ്റെ പോസ്റ്റിൽ നിന്ന് എബോട്ടിലേക്ക് ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ സർവീസ് പേജിലേക്ക് ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിന് നമുക്ക് എന്ത് പറയാം? ഇൻറ്റേർണൽ ലിങ്ക് എന്ന് പറയാം. അപ്പോൾ നമ്മൾ ആങ്കർ ടെക്സ്റ്റ് രൂപപ്പെടുത്താൻ വേണ്ടി കൊടുക്കുന്ന ലിങ്കുകൾ ഇൻറ്റേർണൽ ലിങ്കുകളാണെങ്കിൽ അതുകൊണ്ടുള്ള പ്രയോജനം ഇൻറ്റേർണൽ നാവിഗേഷൻ കൂട്ടാൻ ഹെൽപ്പ് ചെയ്യും. ഇൻറ്റേർണൽ നാവിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വെബ്സൈറ്റിൽ എത്തുന്ന ആൾക്കാർ ഒരു പേജിൽ നിന്ന് വേറെ പേജിലേക്ക് നാവിഗേറ്റ് ചെയ്യുന്നത് ഇൻറ്റേർണൽ നാവിഗേഷൻ എന്നറിയപ്പെടും. ഇപ്പം രൂപേഷിൻ്റെ വേർഡ്പ്രസ് ബ്ലോഗിനകത്ത് എത്തിയ ഒരാൾ അവിടെ നിന്നുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് രൂപേഷിൻ്റെ ബ്ലോഗ് പോസ്റ്റിലേക്ക് പോകുമ്പോൾ ഇറ്റ് ക്യാൻ ബി കോൾഡ് എസ് ഇൻറ്റേർണൽ നാവിഗേഷൻ. അപ്പോൾ അങ്ങനെ ഒരു വെബ്സൈറ്റിനകത്ത് എത്തിയ ഒരാൾ അതിനകത്തുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഇൻറ്റേർണൽ പേജിലേക്ക് പോകുമ്പോൾ അത് നമ്മളെ വെബ്സൈറ്റിൻ്റെ ട്രസ്റ്റ് കൂട്ടാൻ ഹെൽപ്പ് ചെയ്യും. ഇൻറ്റേർണൽ നാവിഗേഷൻ നമ്മളെ പേജിൻ്റെ വിശ്വാസ്യത കൂട്ടും, ബൗൺസ് റേറ്റ് വരാനുള്ള സാധ്യത തീരെ കുറയ്ക്കും. അവിടെ പേജ് വ്യൂസ് കൂടാനുള്ള സാധ്യത ഉണ്ടാകും, ട്രസ്റ്റ് കൂടാനുള്ള സാധ്യത ഉണ്ടാകും, ബൗൺസ് റേറ്റ് വരാനുള്ള സാധ്യത കുറയ്ക്കും. അതുപോലെ തന്നെ ട്രസ്റ്റ് കൂട്ടാൻ അത് ഹെൽപ്പ് ചെയ്യും. ഒരു വെബ്സൈറ്റിലെത്തിയ ആൾ ആ വെബ്സൈറ്റിനകത്ത് തന്നെ വേറൊരു പേജിലേക്ക് പോകുന്നത് ഉറപ്പായിട്ടും അയാൾക്ക് ആ വെബ്സൈറ്റിൽ നിന്ന് എന്തെങ്കിലും പ്രയോജനം ഉള്ളത് കൊണ്ടാണെന്നാണ് ഗൂഗിൾ കണക്കാക്കുക. അപ്പം രൂപേഷിൻ്റെ വേർഡ്പ്രസ് ബ്ലോഗിൻ്റെ ഒരു പേജിലേക്ക് എത്തിയ ഒരാളിനെ അതേ വെബ്സൈറ്റിനകത്ത് തന്നെ വേറൊരു പേജിലേക്ക് ലിങ്ക് വഴി എത്തിക്കാൻ അവിടെ വരുന്ന ആൾക്കാർ കൂടുതൽ പേര് നാവിഗേറ്റ് ചെയ്തു പോവുകയാണെങ്കിൽ അത് ഇൻറ്റേർണൽ നാവിഗേഷനായിട്ടും ആ ഇൻറ്റേർണൽ ലിങ്ക് വഴി കിട്ടിയ ഇൻട്രാക്ഷൻ വളരെ വാല്യുബിളായിട്ടും രൂപേഷിൻ്റെ വെബ്സൈറ്റിനെ ഹെൽപ്പ് ചെയ്യുമെന്നുള്ളതാണ്. അപ്പം ഇൻറ്റേർണൽ നാവിഗേഷൻ വഴി നമ്മൾ പേജ് വൈസ് കൂട്ടാനുള്ള ഹെൽപ്പ് ചെയ്യും, അല്ലെങ്കിൽ നല്ല ട്രസ്റ്റ് വാല്യൂ അല്ലെങ്കിൽ നമുക്ക് നല്ല വിശ്വാസ്യത കിട്ടാൻ ഹെൽപ്പ് ചെയ്യും, ബൗൺസ് റേറ്റ് വരുന്നതിനെ കുറയ്ക്കും. പിന്നെന്താണ്? ഇൻറ്റേർണൽ നാവിഗേഷൻ കിട്ടുന്നത് ഒരു യൂസറിൻ്റെ ഇൻറ്റേർണൽ നാവിഗേഷൻ കിട്ടുന്നത് ഒരു വെബ്സൈറ്റിനെ സംബന്ധിച്ചോളം വളരെ നല്ലതാണ്. അത് വാല്യുബിളാണ്, ട്രസ്റ്റ് വർത്തിയാണ് എന്നൊക്കെ ഉള്ളൊരു ധാരണയാണ് ആ വെബ്സൈറ്റിൻ്റെ ഡേറ്റ വരുന്ന യൂസേഴ്സ് ഇൻട്രാക്ഷൻ നടത്തുന്നതിൻ്റെ ഡേറ്റയിൽ നിന്ന് ഗൂഗിൾ കണ്ടെത്തുന്നത്. അപ്പം നമ്മളെ വെബ്സൈറ്റ് ട്രസ്റ്റ് വർത്തിയാണെന്നുള്ള നിലയ്ക്കുള്ള ഒരു സർട്ടിഫിക്കേഷൻ പോലെയാണ് വെബ്സൈറ്റിൽ വരുന്ന ആൾക്കാർ ഇന്നർ പേജിലേക്ക് പോകുന്നത്. അതിനുള്ളൊരു സാധ്യതയായിട്ട് ഇൻറ്റേർണൽ ലിങ്ക്സ് കൊടുത്ത് ഇൻറ്റേർണൽ നാവിഗേഷൻ സാധ്യമാക്കും. അപ്പോൾ അത് ആങ്കർ ടെക്സ്റ്റ് കൊടുക്കുന്നതുകൊണ്ടുള്ള പ്രയോജനങ്ങളിലൊന്നാണ്. ഇനി നമ്മൾ കൊടുക്കുന്ന ഹൈപ്പർ ലിങ്കുകൾ ട്രസ്റ്റ് വർത്തിയായിട്ടുള്ള വെബ്സൈറ്റുകളിലേക്കാണെന്ന് വിചാരിച്ചു. ട്രസ്റ്റ് വർത്തിയായിട്ടുള്ള വെബ്സൈറ്റ് എന്ന് പറയുമ്പോൾ വളരെ വിശ്വാസയോഗ്യമായിട്ടുള്ള ഒരുപാട് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വിക്കിപീഡിയ പോലെയൊക്കെയുള്ള സൈറ്റിലേക്ക് ലിങ്ക് കൊടുക്കുന്നത് നമ്മളുടെ വെബ്സൈറ്റിൻ്റെയും ട്രസ്റ്റ് ചെറുതായിട്ടൊന്ന് കൂട്ടാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ എന്തെങ്കിലും റെഫറൻസിനൊക്കെ ലിങ്ക് കൊടുക്കുമ്പോൾ വിശ്വാസ്യത കൂടിയ ആ ടോപ്പിക്കിൽ ഏറ്റവും വിശ്വാസയോഗ്യമായിട്ടുള്ള പേജുകളിലേക്കൊക്കെ എസ്പെഷ്യലി വിക്കിപീഡിയ പോലെയുള്ള സൈറ്റുകളിലേക്കൊക്കെ ലിങ്ക് കൊടുക്കുമ്പോൾ നമ്മളെ വെബ്സൈറ്റിൻ്റെ വിശ്വാസ്യത കൂടും. നമ്മളെ ടോപ്പിക്കിനെ മനസ്സിലാക്കാൻ ഗൂഗിൾ നമ്മൾ ഈ ആങ്കർ ടെക്സ്റ്റുകൾ ഉപയോഗിക്കാറുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ കാണുന്ന പേജിനകത്ത് ഗൂഗിൾ എക്സ്പാൻഡഡ് ഇറ്റ്സ് അഡ്വർടൈസിങ് എന്ന് പറയുന്ന പാരഗ്രാഫ് ഉണ്ടോ? കുഞ്ഞ് പാരഗ്രാഫ്, 4 സെൻറ്റൻസ് ഉള്ള അല്ലെങ്കിൽ 4 ലൈനുള്ള ഒരു പാരഗ്രാഫാണ്. അതിനകത്ത് പേപ്പർ ക്ലിക്ക് എന്ന് പറയുന്നിടത്ത് നമുക്ക് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പാരഗ്രാഫ് നമ്മൾ ഈ ബ്രൗസറിനകത്ത് അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ കാണുന്നത് പോലെ അല്ല ഗൂഗിൾ ബോട്ട് കാണുക. ഇതൊരു ടെക്സ്റ്റ് ബ്രൗസർ പോലെയാണ് കാണുക. ടെക്സ്റ്റ് ബ്രൗസറിലാണ് ആ കണ്ടൻറ്റ് കാണുക. അപ്പോൾ ആ ഹൈപ്പർ ലിങ്ക് കൊടുത്തിരിക്കുന്ന പോർഷൻ മാത്രം, അതായത് ആങ്കർ ടെക്സ്റ്റ് കൊടുത്തിരിക്കുന്ന ആ വാക്ക് മാത്രം ഗൂഗിളിന് കുറച്ചുകൂടെ പ്രൊജക്റ്റ് ചെയ്ത് കാണുമെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് കാണുമ്പോൾ നമ്മളെ ടോപ്പിക്കിനെ പറ്റി ഒരു ക്ലാരിറ്റി കിട്ടാൻ അത് ഹെൽപ്പ് ചെയ്യും. ഇനി രതീഷ് അവിടെ ഒരു കാര്യം ചെയ്യണം. പേപ്പർ ക്ലിക്ക് എന്ന് പറയുന്ന സംഗതി ഇല്ലേ, ഒരു വാക്കിൻ്റെ നമ്മൾ ഹൈപ്പർ ലിങ്ക് കൊടുത്തിട്ടില്ലേ, അവിടെ ഒന്ന് മൗസ് വെച്ചേ ക്ലിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അവിടെ അതിൻ്റെ പുറത്ത് ക്ലിക്ക് ചെയ്തേ. എന്നിട്ട് ആ പേപ്പർ ക്ലിക്കിൻ്റെ വിക്കിപീഡിയ പേജ് അവിടെ നിന്ന് ഒരു കൺട്രോൾ പ്രസ് ചെയ്ത് വിളിച്ചുകൊണ്ട് അവിടെ ക്ലിക്ക് ചെയ്തേ. അപ്പോൾ പുതിയ ടാബിനകത്ത് ഓപ്പൺ ആവും. കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ. എന്നിട്ട് ആ URL ഒരിക്കൽ കൂടെ കോപ്പി ചെയ്തെടുത്തേ. എനിക്ക് ചെറിയ ഡൗട്ട് അതിനകത്തുള്ളത്, അത് ഫുള്ള് വേർഡ്സ് സെലക്ട് ചെയ്തിട്ടില്ലേ എന്നൊരു ഇതുണ്ട്. കോപ്പി ചെയ്തേ. URL ഒരിക്കൽ കൂടെ കോപ്പി ചെയ്തല്ലോ. തിരിച്ച് വീണ്ടും എഡിറ്ററിലോട്ട് വന്നു. അവിടെ ആദ്യത്തെ പീക്ക് സെലക്ട് ആയിട്ടില്ലേ എന്നെനിക്കൊരു ഡൗട്ട്. അതാണ് സംഭവം. എഡിറ്റ് കൊടുത്തോ? കുഴപ്പമില്ല, എഡിറ്റ് കൊടുത്തിട്ട് പേപ്പർ ക്ലിക്ക്. ഓക്കെ, കുഴപ്പമില്ല. മാർക്ക് അതൊന്നും ഇഷ്യൂ ഇല്ല. അത് ഇത് എസ്കേപ്പ് കൊടുത്താൽ കുഴപ്പമില്ല.
കറക്റ്റാണ്, എനിക്ക് തോന്നിയതാണ്. അതിൻ്റെ പിയുടെ അടിയിലോട്ട് വരാത്തതുകൊണ്ട് എനിക്ക് ആദ്യത്തെ പി സെലക്ട് ആയിട്ടില്ലേ എന്നൊരു ഡൗട്ട് വന്നു. അത് മൊത്തം പി തൊട്ട് സെലക്ട് ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കുഴപ്പമില്ല, ഓക്കെ. എനിക്ക് തോന്നണമായിരിക്കില്ലേ ആ വരെ അങ്ങനെ കിടക്കണുണ്ട്, കുഴപ്പമില്ല, ഓക്കെ. അപ്പോൾ നമ്മൾ ഹൈപ്പർ ലിങ്ക് കൊടുത്തേക്കുന്ന വാക്കുകൾ ആ സെൻറ്റൻസ് പോർഷൻ മാത്രം. അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. നമ്മൾ കൊടുക്കുന്ന ബോഡി പോർഷനകത്ത് ഒരു പാരഗ്രാഫ് അല്ലെങ്കിൽ ഒരു കണ്ടൻറ്റ് പോർഷൻ മാത്രം എടുക്കുകയാണെങ്കിൽ വിസിബിളായിരിക്കുന്ന ഏറ്റവും വിസിബിളായിരിക്കുന്ന പോർഷൻ ഏതാണ്? അതായത് ഇപ്പോൾ ഈ ഒരു പാരഗ്രാഫ് മാത്രം എടുക്കുകയാണെങ്കിൽ, ആ ഒരു 4 ലൈനുള്ള പാരഗ്രാഫ് മാത്രം എടുക്കുകയാണെങ്കിൽ അവിടെ ഏറ്റവും കൂടുതൽ ഗൂഗിളിന് വിസിബിളായിരിക്കുന്ന പോർഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആൻസറാണ്. അതിന് ഹൈപ്പർ ലിങ്ക് കൊടുത്തേക്കുന്ന ആ പേപ്പർ ക്ലിക്ക് എന്നുള്ള വാക്ക് കുറച്ചുകൂടെ പ്രൊജക്റ്റ് ചെയ്തിരിക്കും, ഗൂഗിളിനകത്ത് കുറച്ചുകൂടെ വിസിബിളായിരിക്കും. ആ സംഗതികൾ ഉപയോഗിച്ച് നമ്മളെ പേജിനെ ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ ഗൂഗിൾ ഉപയോഗിക്കാറുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. ഇനി രണ്ടാമത്തെ നമുക്കവിടെ അറിഞ്ഞിരിക്കേണ്ട വേറൊരു സംഗതി, നമ്മൾ ടോപ്പിക്കിനെ മനസ്സിലാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മൾ കൊടുക്കുന്ന ലിങ്ക് ട്രസ്റ്റ് വർത്തിയായിട്ടുള്ളൊരു വെബ് പേജിലേക്കാണ് കൊടുക്കുന്നതെങ്കിൽ നമുക്കും കുറച്ച് ട്രസ്റ്റ് കിട്ടും. അവിടെ ഒരു പോയിൻ്റ് ഉള്ളത്, നമ്മൾ വിക്കിപീഡിയയിലേക്ക് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ട്രസ്റ്റ് വളരെ ചെറുതും, എന്നാൽ വിക്കിപീഡിയയിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടൊരു ലിങ്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ട്രസ്റ്റ് വളരെ വലുതുമാണെന്ന് മനസ്സിലാക്കുക. നമ്മൾ വെബ്സൈറ്റിൽ നിന്ന് അങ്ങോട്ട് വിക്കിപീഡിയയിലേക്ക് ലിങ്ക് കൊടുക്കുമ്പോഴും ആ വിക്കിപീഡിയയിൽ നിന്ന് ഇങ്ങോട്ട് ഒരു ലിങ്ക് നമ്മളെ വെബ്സൈറ്റിലേക്ക് കിട്ടുമ്പോഴുള്ള വ്യത്യാസം, വിക്കിപീഡിയയിൽ നിന്ന് ഇങ്ങോട്ട് കിട്ടുന്ന ലിങ്ക് നമുക്ക് വളരെ വലിയ റെക്കമെൻഡേഷനായിട്ടാണ് ഇത് ചെയ്യുക. മറ്റേത് നമ്മളെ വെബ്സൈറ്റും വിക്കിപീഡിയ പോലെയുള്ള വിശ്വാസയോഗ്യമായിട്ടുള്ള സൈറ്റാണ് എന്നുള്ളൊരു ചെറിയ ട്രസ്റ്റാണ് നമുക്ക് കിട്ടുക. ആ ട്രസ്റ്റ് കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ലിങ്ക് അങ്ങോട്ട് കൊടുക്കുന്ന വേണ്ടി കിട്ടുന്ന ഒരു ട്രസ്റ്റ് എന്ന് പറയുന്നത് 100-ൽ 5 മാർക്കും, എന്നാൽ വിക്കിപീഡിയയിൽ നിന്ന് ഇങ്ങോട്ടൊരു ലിങ്ക് കിട്ടുന്നതുകൊണ്ട് 100-ൽ 100 മാർക്കുമാണ് നമ്മൾ അവിടെ കണക്കാക്കുക. അപ്പോൾ അത്രയും വലിയ ട്രസ്റ്റാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് ലിങ്ക് കിട്ടുമ്പോൾ നമ്മൾ നോക്കണം. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ലിങ്ക് കിട്ടുന്നതാണ് നമുക്ക് ഏറ്റവും നല്ലത്. അപ്പം വലിയ വിശ്വാസയോഗ്യമായിട്ടുള്ള ഓൺ ടോപ്പിക് പേജുകളിൽ നിന്ന്, ഇതേ ടോപ്പിക്ക് തന്നെയുള്ള പേജുകളിൽ നിന്ന് ലിങ്ക് കിട്ടിയാൽ നമ്മൾ നല്ല ട്രസ്റ്റ് അച്ചീവ് ചെയ്യും, നമ്മൾ റാങ്കിങ് നല്ല രീതിയിൽ പെർഫോം ചെയ്യുമെന്നുള്ളത് കൃത്യമായിട്ടാണ് മനസ്സിലാക്കുക. അതിനെന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന കണ്ടൻറ്റ് ട്രസ്റ്റ് വർത്തിയാക്കുക, ആൾക്കാർക്ക് യൂസ്ഫുള്ളാകുന്ന രീതിയിൽ, ആൾക്കാർക്ക് ഉപകാരപ്രദമായിട്ടുള്ള കണ്ടൻറ്റുകൾ കൃത്യമായിട്ട് ഹൃദ്യമായിട്ട് ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യുകയും അത് ഒരു ആൾക്കാർക്ക് യൂസ്ഫുള്ളാവുകയൊക്കെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ആൾക്കാർ എന്ത് ചെയ്യും, നാച്ചുറലി ലിങ്ക്സ് ആഡ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇന്ന് ഇമേജ് ഒപ്റ്റിമൈസേഷനും ആങ്കർ ടെക്സ്റ്റ് ഒപ്റ്റിമൈസേഷനുമാണ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് പോയത്. ഇനി നമ്മൾ നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇനി ഓൺ പേജിനകത്ത് ബേസിക് പ്രാക്ടീസുകളിനകത്ത് നമുക്ക് ഇനി വേറെ ഒന്നും വലുതായിട്ട് ചെയ്യാനില്ല. കാരണം ഇന്നലെ നമ്മൾ കണ്ടൻറ്റ് ഒപ്റ്റിമൈസേഷൻ്റെ കാര്യം, കണ്ടൻറ്റ് എങ്ങനെ എഴുതണം, സിമ്പിൾ ആക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതിന് മുമ്പത്തെ ക്ലാസ്സിൽ മെറ്റാ ടാഗുകൾ പറഞ്ഞു, മെറ്റാ ഡിസ്ക്രിപ്ഷൻ, ടൈറ്റിൽ ടാഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു പോയി. ഇനി ഏതെങ്കിലും പോർഷൻ നമുക്ക് ഇനി അടുത്ത പോർഷനുകളിൽ ചെയ്യാനുണ്ടെങ്കിൽ പറഞ്ഞു നോക്കാം. ഇനി നമ്മൾ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്കിതിൻ്റെ സെറ്റിങ്സ് ഒന്ന് ചേഞ്ച് ചെയ്യാനുണ്ട് കേട്ടോ. എന്താണ് സെറ്റിങ്സ് ചേഞ്ച് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് സേവ് ചെയ്തോളൂ. ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ആയിട്ടുണ്ട്. ഇനി വേറെ ഉള്ള ആൾക്കാരുടെ ബ്ലോഗൊക്കെ ഞാൻ ചെക്ക് ചെയ്യാം. ബാക്കിയുള്ള ആൾക്കാർ ഇത് കണ്ടിട്ട് ചെയ്യുന്ന പ്രോസസ്സൊന്നും ചെയ്യണം കേട്ടോ. ഇപ്പോൾ ചെയ്യാൻ പോണ പ്രോസസ്സൊന്നും ചെയ്യണം. നോക്കി, അവിടെ നിന്ന് ഏറ്റവും മുകളിലുള്ള URL രതീഷ് SEOanalyst.wordpress.com എന്നുള്ള പോർഷൻ മാത്രം സെലക്ട് ചെയ്തേ. ആ URLനകത്ത് എല്ലാം സെലക്ട് ചെയ്യല് രതീഷ് SEO. അപ്പോൾ 9-ന് തൊട്ട് മുമ്പ് ഉണ്ടോ, അവിടെ നിന്ന് രതീഷ് SEOanalyst എന്ന് തുടങ്ങി ആ wordpress.com വരെ മാത്രം ഒന്ന് ശ്രദ്ധിച്ച് സെലക്ട് ചെയ്യുക. യെസ്, അത്രയും വരെ മതി. കോപ്പി ചെയ്യാം, Ctrl+C. കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ പുതിയ ടാബ് എടുക്കുക. Ctrl+C അടിച്ചോ അല്ലെങ്കിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തോ കോപ്പി ചെയ്തതിന് ശേഷം പുതിയ ടാബ് എടുക്കുക. അവിടെ പേസ്റ്റ് കൊടുക്കുക. എന്നിട്ട് /WP-admin എന്ന് കൊടുക്കുക. ശ്രദ്ധിച്ച് കേൾക്കണം. വേർഡ്പ്രസ്സിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഏത് ബ്ലോഗ്, അഡ്മിൻ സ്പെല്ലിംഗ് തെറ്റല്ലേ, അഡ്മിൻ. അപ്പോൾ നമ്മൾ വേർഡ്പ്രസ്സിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു ബ്ലോഗോ വേർഡ്പ്രസ്സിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു വെബ്സൈറ്റോ ആണെങ്കിൽ നമ്മൾ ഇതുപോലെ വെബ്സൈറ്റ് അഡ്രസ്സിൻ്റെ കൂടെ /WP-admin അടിച്ച് എൻ്റർ കൊടുക്കുമ്പോൾ നമ്മൾ ലോഗിൻ ആണെങ്കിൽ നമ്മൾ നേരെ ഡാഷ്ബോർഡിലേക്ക് പോകും. അത് വേർഡ്പ്രസ്സിലുള്ള ബ്ലോഗായാലും വേർഡ്പ്രസ്സിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന വെബ്സൈറ്റ് ആയാലും മിക്കവാറും 99% വെബ്സൈറ്റുകളുടെയും അഡ്രസ്സിൻ്റെ കൂടെ /WP-admin കൊടുത്തു കഴിഞ്ഞാൽ ലോഗിൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സ്ഥലത്തെത്തും. ഇതിനെയാണ് ഡാഷ്ബോർഡ് എന്ന് പറയാം. ഈ ഡാഷ്ബോർഡിൽ ലെഫ്റ്റ് സൈഡിലോട്ട് മൗസ് കൊണ്ടുവന്നേ, ലെഫ്റ്റ് മെനു ഒന്ന് എൻലാർജ് ചെയ്ത് കിട്ടട്ടെ. ലെഫ്റ്റ് മെനുവിലോട്ട് കൊണ്ടുവന്നാൽ എന്നിട്ട് താഴോട്ട് കൊണ്ടുവന്നേ. ഇത് മെനു ഇങ്ങോട്ട് എൻലാർജ് ആവുന്നില്ല. അവിടെ Ctrl+0 അടിച്ചേ. Ctrl+0 നിങ്ങളെ കമ്പ്യൂട്ടറിനകത്ത് Ctrl+0 അടിച്ചു. ഓക്കെ, അപ്പോൾ അതിൻ്റെ വ്യൂ കുറച്ച് വലുപ്പത്തിരിക്കണോണ്ട് അതിൻ്റെ മെനു ഒന്നും എൻലാർജ് ചെയ്ത് കിട്ടില്ല. ഓക്കെ, അവിടെ മെനുവിനകത്ത് താഴോട്ട് വരുമ്പോൾ പോസ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടോ? അതന്നെ, അവിടെ തന്നെ ഓൾ പോസ്റ്റ്. അവിടെ കണ്ടോ, ഓൾ പോസ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം.
മിക്ക ആൾക്കാർക്ക് അത് മെനു ആയിട്ട് തന്നെ കാണിക്കും. ഓൾ പോസ്റ്റ് സെലക്ട് ചെയ്തേ. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോണത് ഇതിനകത്ത് ആൾറെഡി കുറച്ച് ഡമ്മി പോസ്റ്റൊക്കെ ചിലപ്പോൾ കാണും. അത് നമ്മൾ ഡിലീറ്റ് ചെയ്ത് ഉണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഓൾറെഡി ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടോ? നിതിൻ കേൾക്കാൻ വരുന്നുണ്ടോ? നിതിൻ ഓക്കെ. അപ്പം രതീഷ് ഡമ്മി പോസ്റ്റ് ഉണ്ടായിരുന്ന രതീഷ് ആൾറെഡി ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടോ? ആരാ കാര്യം പറയാൻ വേണ്ടി വന്നേ? ആരാ? നിതിൻ പറഞ്ഞോ. ഇന്നത്തെ ക്ലാസ് ഞാൻ കുറച്ച് ഇപ്പൊ ഞാൻ ഡിസ്കണക്ട് ആവും വീണ്ടും. ഇന്നത്തെ ഇടിയിലെ ഫോണിന്റെ സ്പീക്കറും ലാപ്ടോപ്പിന്റെ സ്പീക്കറും അടിച്ചുപോയി. അപ്പൊ ശരിയാക്കാൻ സർവീസ് സെന്ററിൽ നിൽക്കുകയാണ്. ഫോണിന്റെ ശരിയാക്കി ഇപ്പൊ കിട്ടി. പക്ഷെ ഞാൻ ക്ലാസ്സിന്റെ ലിങ്ക് അയക്കാം. പക്ഷെ അറ്റൻഡൻസ് ഇടൂല കേട്ടോ. ക്ലാസ് അറ്റൻഡ് ചെയ്താലേ അറ്റൻഡൻസ് കൊടുക്കാൻ പറ്റും. പക്ഷെ നിങ്ങൾ അധികം അറ്റൻഡൻസ് മിസ്സായി നിങ്ങൾക്ക് എക്സാം ഒന്നും എഴുതാൻ പറ്റില്ല. ഓക്കെ, തിരിച്ചു വരാം. ഓക്കെ, ഞാൻ ക്ലാസ് റെക്കോർഡ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് നിതിൻ. കിട്ടും. ഓക്കെ, കിട്ടും. ഓക്കെ, അപ്പം തിരിച്ചു വരാം. അപ്പം രതീഷ് ആൾറെഡി ഇതിനകത്തുള്ള ഡമ്മി പോസ്റ്റ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അല്ലേ? ഓക്കെ, താങ്ക് യു. അപ്പം ബാക്കി എല്ലാ ആൾക്കാരും ഇതുപോലെ നമ്മുടെ ഡാഷ്ബോർഡിനകത്ത് എത്തിയിട്ട് ലെഫ്റ്റ് സൈഡിൽ പോസ്റ്റ് സെലക്ട് ചെയ്തിട്ട് കിടക്കുന്ന ഡമ്മി പോസ്റ്റിൽ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, ഇനി രതീഷ് എന്താണ് പുതിയ ടാബ് എടുത്തേ? ഒരിക്കൽ കൂടെ പുതിയ ടാബ് എടുത്തേ. ഇനി വേറൊരു സംഗതി നമുക്ക് ഇവിടെ ചെക്ക് ചെയ്യാനുണ്ട്. പുതിയ ടാബ് എടുത്തിട്ട് നമ്മൾ URL പേസ്റ്റ് ചെയ്യുക. ഒരിക്കൽ കൂടെ പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് Ctrl+V. എന്നിട്ട് /robots.txt എന്ന് അടിക്കുക. robots.txt എൻ്റർ കൊടുത്തേ. നമ്മൾ robot.txt ഫയലാണ് നമ്മൾ എടുത്തേക്കുന്നത്. ആദ്യം ഇത് എന്താണെന്ന് പറഞ്ഞുതരാം. നമ്മളെ വെബ് പേജിന് ക്രോൾ ചെയ്യാൻ വരുന്ന ബോർഡ്സിന് നിർദ്ദേശം കൊടുക്കുന്ന ടെക്സ്റ്റ് ഫയലാണ് robot.txt. ഇന്നലെ മിനിഞ്ഞാന്ന് നമ്മൾ റോബോട്ട്സ് മെറ്റാ ടാഗിനെ പറ്റി പഠിച്ചിട്ടുണ്ടാകും. അത് നമ്മളെ പേജിനകത്ത് മെറ്റാ ടാഗായിട്ട് കൊടുക്കുന്ന സംഗതിയാണെങ്കിൽ ഇതൊരു സെപ്പറേറ്റ് ഫയലായിട്ടാണ് കിടക്കുന്നത്. ഇത് നമ്മളെ വെബ്സൈറ്റിൻ്റെ ഏതെങ്കിലും പോർഷൻസ് ഗൂഗിൾ ക്രോൾ ചെയ്യേണ്ട എന്നുള്ള നിർദ്ദേശം കൊടുക്കുന്ന ഫയലാണ്. അപ്പോൾ robot.txt ഫയൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഡിഫൈൻ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ആരെങ്കിലും ഒരാൾ പറയണം. നമ്മളെ വെബ് പേജിനെ ക്രോൾ ചെയ്യാൻ വരുന്ന ബോർഡ്സിന് നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന ഒരു ടെക്സ്റ്റ് ഫയലാണ് robots.txt ഫയൽ. ഐശ്വര്യ പറഞ്ഞു. ഓക്കെ, ഐശ്വര്യ ഉണ്ടോ അവിടെ? ആൻസി പറഞ്ഞു. നോക്കി ആൻസി, ഞാൻ ഒരിക്കൽ കൂടെ എക്സ്പ്ലെയിൻ ചെയ്യണോ? ആൻസി ഒരിക്കൽ കൂടെ പറയണം. ഓക്കെ, അതായത് ഇപ്പം നമ്മൾ ഓപ്പൺ ആക്കിയിരിക്കുന്നത് ഈ ബ്ലോഗിൻ്റെ robots.txt ഫയലാണ്. പേടിക്കേണ്ടും വേണ്ട. നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചിരുന്നത് ഇത് മനസ്സിലാവും. നമ്മളെ വെബ് പേജുകളെ ക്രോൾ ചെയ്യാൻ വരുന്ന ബോട്ടുകളുണ്ട്. ഗൂഗിൾ ബോട്ട് പോലുള്ള വെബ് ക്രോളേഴ്സ് ഉണ്ടല്ലോ. അതിന് നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന ഒരു ടെക്സ്റ്റ് ഫയലാണ് robots.txt ഫയൽ. ഓക്കെ, ഞാനത് ഇതൊന്ന് വിശദീകരിക്കാം. അത് നിങ്ങൾക്ക് മനസ്സിലാക്കിക്കൊണ്ടാൽ മതി. ഈ robots.txt ഫയലിനകത്ത് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ലൈൻ നോക്കി യൂസർ ഹൈഫൺ ഏജൻറ്റ് സ്റ്റാർ എന്ന് കൊടുത്തിരിക്കണം. കണ്ടല്ലോ, ആ ലൈൻ്റെ അർത്ഥം ആ സ്റ്റാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബോർഡ്സിനെയാണ്. എല്ലാ ബോർഡ്സിനെയും റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ആ സ്റ്റാർ. അപ്പോൾ ആദ്യത്തെ ലൈൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കത്തൊക്കെ എഴുതുമ്പോൾ എഴുതൂലേ പ്രിയപ്പെട്ട സുഹൃത്തെ എന്നൊക്കെ അഡ്രസ്സ് ചെയ്യൂലേ. ഇപ്പോൾ നമ്മൾ ഒരു വേദിയിലിരുന്ന് പ്രസംഗിക്കുമ്പോൾ ആ വേദിയിലിരിക്കുന്ന സഹൃദയരെ അല്ലെങ്കിൽ സഹോദരന്മാരെന്നൊക്കെ പറഞ്ഞ് അഡ്രസ്സ് ചെയ്യൂലേ. അതേപോലെ ഈ വെബ് പേജിനെ ക്രോൾ ചെയ്യാൻ വരുന്ന ബോട്ടുകളെ അല്ലെങ്കിൽ റോബോട്ട്സിനെ അഡ്രസ്സ് ചെയ്യുന്ന ലൈനാണ് ആദ്യത്തെ ലൈൻ. അത്രയും ക്ലിയർ ആയോ അജീഷ്? ഒന്നുകൂടി പറഞ്ഞുതരാം. ആദ്യം robots.txt ഫയൽ എന്താണെന്ന് മനസ്സിലാക്കുക. നമ്മളെ വെബ് പേജുകളെ ക്രോൾ ചെയ്യാൻ വരുന്ന ബോർഡ്സിന് നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന ഫയലാണ് robots.txt ഫയൽ. അത് മനസ്സിലാക്കുക. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഈ robot.txt ഫയൽ നമ്മൾ രതീഷിൻ്റെ വേർഡ്പ്രസ് ബ്ലോഗിൻ്റെ അകത്ത് കിടക്കുന്ന robot.txt ഫയലാണ്. അതിനകത്ത് കൊടുത്തിരിക്കുന്ന നിർദ്ദേശത്തിൽ ആദ്യത്തെ ലൈൻ എന്ന് പറയുന്നത് യൂസർ ഹൈഫൺ ഏജൻറ്റ് സ്റ്റാർ എന്നാണ്. എല്ലാവർക്കും കാണാമല്ലോ. ആ ഒരൊറ്റ ലൈൻ കൊണ്ട് അർത്ഥമാക്കുന്നത് ഈ പേജിനെ അല്ലെങ്കിൽ ഈ വെബ്സൈറ്റിനെ ക്രോൾ ചെയ്യാൻ വരുന്ന എല്ലാ ബോർഡ്സിനും അഡ്രസ്സ് ചെയ്യുന്ന ലൈനാണ് ആദ്യത്തെ ലൈൻ. കുറച്ചുകൂടെ വലുതാക്കിയാൽ നല്ലതായിരിക്കും. താങ്ക് യു. യൂസർ ഹൈഫൺ ഏജൻറ്റ് സ്റ്റാർ എന്നാണ് ആദ്യത്തെ ലൈൻ. അതിൽ സ്റ്റാർ എന്ന് പറയുന്നത് എല്ലാ ബോർഡ്സുമാണ്. അതിനകത്ത് എന്തൊക്കെ വരും? ഗൂഗിൾ ബോട്ട്, ബിങ് ബോട്ട്, യാഹുവിൻ്റെ ബോട്ട്, അങ്ങനെ എല്ലാ വെബ് ക്രോളേഴ്സിനെയും റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ആ കാണുന്ന സ്റ്റാർ. കണ്ടല്ലോ സ്റ്റാർ സിമ്പൽ. എന്നാൽ ആദ്യത്തെ ലൈൻ്റെ അർത്ഥം നമ്മളെ പേജിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ബോട്ട്സെ നമ്മൾ പറയില്ലേ, കത്തൊക്കെ എഴുതുമ്പം പ്രിയപ്പെട്ട അജീഷ് അറിയുന്നതിനെ സുഖമാണെന്ന് വിശ്വസിക്കുന്നതൊക്കെ നമ്മൾ കത്തെഴുതൂലേ. അതുപോലെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്ന ലൈനാണ് യൂസർ ഹൈഫൺ ഏജൻറ്റ് സ്റ്റാർ എന്ന് പറഞ്ഞാൽ
ഈ ഒരു ലൈനിൻ്റെ അർത്ഥം ഈ പേജിലേക്ക് ക്രോൾ ചെയ്ത് വരുന്ന പേജിലേക്ക് ക്രോൾ ചെയ്യാൻ വരുന്ന പ്രിയപ്പെട്ട ബോട്ട്സെ എന്ന രീതിയിൽ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നതാണ്. എന്നാൽ രണ്ടാമത്തെ ലൈനിൽ പറഞ്ഞിരിക്കുന്നത് ഡിസലോ :/ എന്നാണ്. എന്നാൽ രണ്ടാമത്തെ ലൈനിൻ്റെ അർത്ഥം എന്നറിയോ? ആദ്യത്തെ ലൈനിൽ പറയാണ് പ്രിയപ്പെട്ട ബോട്ട്സെ, ഈ പേജിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ബോട്ട്സെ, നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിനെ ഡിസലോ ചെയ്തിരിക്കുന്നു. ഈ വെബ്സൈറ്റിനകത്തുള്ള ഒരു ഫയലിനകത്തോട്ടും ഒരു ഫോൾഡറിനകത്തേക്കും കടക്കാൻ നിങ്ങളെ അനുവദിച്ചിട്ടില്ല. യു ആർ ഡിസലോഡ് ടു ക്രോൾ, ക്യാച്ച് ഓർ ഇൻഡെക്സ് എനി പേജ് ബിലോങ്സ് ടു ദിസ് വെബ്സൈറ്റ് എന്നാണ് ആ രണ്ടാമത്തെ ലൈനിൻ്റെ അർത്ഥം. ഡിസലോ :/ എന്നാണ്. സ്ലാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹോം പേജിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് സ്ലാഷ്. റൂട്ട് ഡയറക്ടറി എന്നൊക്കെ പറയാം. ഹോം പേജാണ് സ്ലാഷ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ വെബ് പേജിനകത്തുള്ള ഒരു പേജും ഒരു ഫോൾഡറും അതിനകത്തുള്ള ഒരു ഫയലും അതുപോലെ ഗൂഗിൾ പോലുള്ള ഒരു വെബ് ക്രോളേഴ്സും ക്രോൾ ചെയ്യത്തില്ല എന്നാണ് അർത്ഥം. ക്രോൾ ചെയ്യണ്ട എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പറയില്ല, ഇപ്പം നമ്മൾ ഇപ്പം അജീഷിൻ്റെ വീട് കുറച്ച് നാൾ പൂട്ടിയിട്ടിട്ട് നമ്മൾ ബാംഗ്ലൂരേക്ക് ഫാമിലിയായിട്ട് ഷിഫ്റ്റ് ആവുകയാണ്. ഒരു 6 മാസം കഴിഞ്ഞിട്ട് വരുള്ളൂ. അപ്പോൾ 6 മാസത്തേക്ക് ആ വീട് ഇങ്ങനെ പൂട്ടി താക്കോലൊക്കെ എടുത്തിട്ട് അവിടെ ബോർഡൊക്കെ വയ്ക്കും. അന്യരാരും അകത്ത് പ്രവേശിക്കരുത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ബോർഡ് വയ്ക്കില്ലേ. അതേപോലെ ഈ വെബ്സൈറ്റിനകത്തേക്ക് വെബ് ക്രോളേഴ്സ് ആയിട്ടുള്ള ക്രോളേഴ്സിന് കടക്കാൻ അനുവാദം കൊടുത്തിട്ടില്ല എന്ന് പറയുന്ന ഒരു ബോർഡാണ് ഈ 2 ലൈൻ. ആദ്യത്തെ ലൈനിൽ എന്ത് പറയുന്നു? പ്രിയപ്പെട്ട ബോട്ട്സെ. ആ ബോട്ട്സിനകത്ത് എന്തൊക്കെ വരും? ആ സ്റ്റാർ എന്ന് പറയുന്നതാണ് ആ ബോട്ടിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതിനകത്ത് ഗൂഗിൾ ബോട്ട്, ബിങ് ബോട്ട്, എല്ലാ വെബ് ക്രോളേഴ്സിനെയും സൂചിപ്പിക്കുന്നതാണ് ആ ഒരു സ്റ്റാർ. രണ്ടാമത്തെ ലൈനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? യു ആർ നോട്ട് അലൗഡ് ടു എൻ്റർ ഇൻ ടു എനി ഫയൽസ് ഓർ ഫോൾഡേഴ്സ് ബിലോങ്സ് ടു ദിസ് വെബ്സൈറ്റ് എന്നാണ്. ഈ ബ്ലോഗിനകത്തുള്ള ഒരു ഫയലോ ഫോൾഡറോ അല്ലെങ്കിൽ ഒരു പേജോ ഫയലോ ഒന്നും ക്രോൾ ചെയ്യാൻ അനുവാദം നിങ്ങൾക്ക് തന്നിട്ടില്ല. യു ആർ ഡിസലൗഡ് എന്നാണ്. ഇത്രയും മനസ്സിലായോ അജീഷ്? ഓക്കെ ആണോ? മുമ്പോട്ട് പോവാം. മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ പറയാം. റിപ്പീറ്റ് ചെയ്യണോ ആർക്കെങ്കിലും? ഐശ്വര്യ ഓക്കെയാണ്. നിങ്ങളിങ്ങനെ നമ്മൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് മൈക്ക് ഓൺ ചെയ്ത് പറയാൻ പറ്റില്ലെങ്കിൽ എന്ത് ചെയ്യാന്ന് അറിയോ? അത് ഈ താഴെയുള്ള സ്മൈലി ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ ഉണ്ടോ, ഇങ്ങനെ ഒരു സാധനം അടിക്കും കണ്ടോ. നിങ്ങൾക്ക് അടിക്കാൻ അറിയാമോ? താഴെ സ്മൈലിയൊക്കെ കാണിക്കുന്ന ഒരു സ്ഥലം ഉണ്ടാകും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഐശ്വര്യ രാജ് ഓക്കെ. അതുപോലെ ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ ഞാൻ കൂടുതൽ നിങ്ങൾക്ക് മൈക്ക് ഓൺ ചെയ്ത് സംസാരിക്കേണ്ടി. ചില ആൾക്കാർക്ക് മൈക്കൊക്കെ ഓൺ ചെയ്ത് സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെയാണ്. ചിലപ്പം ചില ആൾക്കാർക്കൊക്കെ സഭാകമ്പം പോലുള്ള സംഗതിയൊക്കെ ഉണ്ടാകും. എനിക്ക് ഏറ്റവും കൂടുതലുണ്ടായിരുന്ന പ്രശ്നമാണ് സഭാകമ്പം. പക്ഷേ ഞാൻ അധ്യാപകനായതുകൊണ്ട് സഭാകമ്പം വെച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ പഠിപ്പിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ നോക്കിയേ. അപ്പോൾ ഇവിടുത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും ഓക്കെ ആണോ? ഓക്കെ ആണല്ലോ? മുമ്പോട്ട് പോകാമല്ലോ. റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ ആർക്ക് വേണമെങ്കിലും പറയാം കേട്ടോ. രൂപേഷ് ഓരോരുത്തരായിട്ട് അടിച്ച് ചോദിക്കണം. ഓക്കെ. അപ്പോൾ യൂസർ -agent: സ്റ്റാർ എന്നാണ് കൊടുത്തേക്കുന്നത്. രണ്ടാമത്തെ ലൈനിൽ ഡിസലോ ആണ് കൊടുത്തേക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ കിടക്കുന്നിടത്തോളം കാലം ഈ വെബ്സൈറ്റിൻ്റെ ഒരു പേജിനെയും ഫോൾഡേഴ്സിനെയും ഫയൽസിനെയും ഒന്നും ഗൂഗിൾ ക്രോൾ ചെയ്യത്തില്ല. ഗൂഗിളല്ല, ഒരു വെബ് ക്രോളേഴ്സും ക്രോൾ ചെയ്യത്തില്ല. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ ഈ സെറ്റിങ്സ് മാറ്റാനാണ് പോകുന്നത്. ഈ സെറ്റിങ്സ് മാറ്റിയിട്ട് നമ്മൾ ഈ പേജിനെ SEO ചെയ്തിട്ട് കാര്യമുള്ളൂ. ഇങ്ങനെ ഒരു സെറ്റിങ്സ് വെച്ചുകൊണ്ട് നമ്മൾ തലകുത്തി നിന്ന് SEO ചെയ്താലും എന്ത് നടക്കത്തില്ല? ഗൂഗിൾ ഈ പേജിനെ ക്രോൾ ചെയ്യത്തില്ല. അപ്പോൾ ഇതിൻ്റെ സെറ്റിങ്സ് മാറ്റാനാണ് നമ്മൾ പോണത്. ഇത് ഇങ്ങനെ തന്നെ നോട്ടെ. മുമ്പിലത്തെ ടാബ് എടുത്ത് പറഞ്ഞോ. ഇതിപ്പോ പബ്ലിഷ് ചെയ്യാത്തോണ്ടാണ് ഈ ഡിസലോ ഓട്ടോമാറ്റിക്. ഇതിനകത്ത് ലോഞ്ച് കൊടുത്തു കഴിയുമ്പോൾ മാത്രമേ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് മാറും. നേരത്തെ ഇത് മാനുവലി മാറ്റണമായിരുന്നു. ഈ റീസെന്റ് ആയിട്ട് വേർഡ്പ്രസ്സിനകത്ത് ഒരു അപ്ഡേഷൻ നടത്തിയതനുസരിച്ച് നമ്മൾ സൈറ്റ് ലോഞ്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് മാറും. ഞാൻ കാണിച്ചു തരാം. തൊട്ട് മുമ്പിലത്തെ ടാബ് എടുത്ത് രതീഷ് ഓക്കെ. അവിടെ ലെഫ്റ്റ് സൈഡിലുള്ള മെനുവിൽ താഴോട്ട് വരുമ്പോൾ സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. സെറ്റിങ്സിൻ്റെ അവിടെ മൗസ് കൊണ്ട് വരിക. കുറച്ചുകൂടെ താഴോട്ട് വരും. കുറച്ച് താഴോട്ട് വരണം. താഴോട്ട് ഡ്രാഗ് ചെയ്താലേ കാണാൻ പറ്റും. താഴോട്ട് ഡ്രാഗ് ചെയ്യണം. ഓക്കെ, വരട്ടെ. സെറ്റിങ്സ് ദേ മുകളിൽ സെറ്റിങ്സ്, അതിൻ്റെ തൊട്ട് താഴെ അത് ടൂൾസ് ആയിരിക്കും. സെറ്റിങ്സ് അതാണ് സെറ്റിങ്സ് കണ്ടോ? ജനറൽ സെറ്റിങ്സ് ഉണ്ട്, റൈറ്റിംഗ് ഉണ്ട്. അതിനകത്ത് റീഡിംഗ് എന്നുള്ള സെറ്റിങ്സ് കാണുന്നുണ്ടോ? സെറ്റിങ്സിനകത്ത് സബായിട്ട് റീഡിംഗ്, അത് ക്ലിക്ക് ചെയ്യുക. എല്ലാവരും കണ്ടല്ലോ അല്ലേ? റീഡിങ്ങിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സൈറ്റ് ഇവിടെ ഇങ്ങനെ കാണിക്കുന്നുണ്ടാകും. സൈറ്റിനകത്ത് റീഡിംഗ് സെറ്റിങ്സിനകത്താണ് നമ്മൾ വന്നിട്ടുള്ളത്. റൈറ്റ് സൈഡിൽ അവിടെ ഒന്നും ചെയ്യില്ല, ഞാൻ പറയാതെ ഒന്നും ചെയ്യരുത്. റൈറ്റ് സൈഡിൽ കോർണറിൽ വ്യൂ എന്നുള്ളൊരു ഒരു ബട്ടൺ ഉണ്ടാവും, വ്യൂ ബട്ടൺ. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ക്ലാസിക് വ്യൂ എന്ന് കാണിക്കുന്നുണ്ടാവും. ക്ലാസിക് വ്യൂ അത് ക്ലിക്ക് ചെയ്യുക. ക്ലാസിക് വ്യൂ റൈറ്റ്. ഓക്കെ, ക്ലാസിക് വ്യൂവിൽ ക്ലിക്ക് ചെയ്യുക. ക്ലാസിക് വ്യൂവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ചുകൂടെ താഴോട്ട് വരാം. താഴോട്ട് വന്നേ. അയ്യോ പോവില്ലേ, ക്ലോസ് ആയിപ്പോയോ? ഒരിക്കൽ കൂടെ ഷെയർ ചെയ്യൂ. അയ്യോ രതീഷ് ലെഫ്റ്റ് ആയിപ്പോയി. നെറ്റിൻ്റെ പ്രോബ്ലം ആണോ? ഇടയ്ക്ക് നേരത്തെ ഇതുപോലെ എന്തോ ചെയ്തപ്പോൾ ലെഫ്റ്റ് ആയിപ്പോയത്.
വേറെ ആരെങ്കിലും ലാപ്ടോപ്പിൽ ജോയിൻ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടോ? അയ്യോ, ആ ഒരു ക്ലൈമാക്സിൽ എത്തിയപ്പോഴത്തേക്ക് പോയി. അംബരീഷ് സ്ക്രീൻ ഷെയർ ചെയ്യാമോ? ഓക്കെ. പറഞ്ഞോ, എന്താ? ഡിസ്പ്ലേ ഇപ്പൊ ബ്ലിങ്ക് ചെയ്ത് തുടങ്ങി. അത് ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ടാകും. വേറെ ആരെങ്കിലും ഉണ്ടോ? അജീഷോ? നിക്കി രതീഷ് വന്നായിരുന്നു. സ്ക്രീൻ ഷെയർ ചെയ്തോ? രതീഷ് സ്ക്രീൻ ഷെയർ ചെയ്തോ? എന്ത് പറ്റിയതാ? കുഴപ്പമില്ല, അംബരീഷ് വെയിറ്റ് ചെയ്തോ. രതീഷ് സ്ക്രീൻ ഷെയർ ചെയ്യും. ആൻസിക്ക് നെറ്റിന്റെ പ്രോബ്ലം ഉണ്ടോ? എന്താ ഇടയ്ക്കിടയ്ക്ക് കട്ടായി പോകുന്നുണ്ടോ? ഓക്കെ. അപ്പം നോക്കി രതീഷ് സ്ക്രീൻ ഷെയർ ചെയ്യോ? സ്ക്രീൻ ഷെയർ എന്ത് പറ്റിയതാ? നെറ്റ് പോയതാണോ? രതീഷ് കേൾക്കാമോ? രതീഷ് എനിക്ക് തോന്നുന്നു സിസ്റ്റം സ്റ്റക്കായി പോയെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇനി ലാപ്ടോപ്പിൽ ജോയിൻ ചെയ്തിരിക്കുന്ന വേറെ ആരെങ്കിലും ഉണ്ടോ? രതീഷ് പ്രസന്റ് ചെയ്തു. ഓക്കെ, പ്രസന്റ് ചെയ്തു. അറിയാണ്ട് ലെഫ്റ്റ് ആയി പോയി അല്ലേ? ഓക്കെ, കുഴപ്പമില്ല, ഇഷ്യൂ ഇല്ല. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന സംഗതിയിലേക്ക് വരാം. നമ്മൾ ഇതിൻ്റെ സെറ്റിങ്സ് മാറ്റാനാണ് വന്നത്. വ്യൂവിൽ ക്ലിക്ക് ചെയ്ത് ക്ലാസ്സിക് വീഡിയോ ആക്കിയിട്ടുണ്ട്. താഴോട്ട് വരുമ്പം അവിടെ കണ്ടോ സൈറ്റ് വിസിബിലിറ്റി എന്ന് കാണിക്കുന്നുണ്ടോ? സൈറ്റ് വിസിബിലിറ്റി എല്ലാവരും കാണുന്നുണ്ടല്ലോ. സൈറ്റ് വിസിബിലിറ്റി അവിടെ മാനേജ് യുവർ പ്രൈവസി സെറ്റിങ്സ് എന്നുള്ളൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യും. അതെ, അവിടെ ക്ലിക്ക് ചെയ്യും. അവിടെ ക്ലിക്ക് ചെയ്യുമ്പം നമുക്കത് അവിടെ സൈറ്റ് ടൈറ്റിലൊക്കെ കാണിക്കും. സൈറ്റ് ടൈറ്റിൽ നമ്മൾ കൊടുത്തില്ലല്ലേ? അപ്പോൾ അവിടെ സൈറ്റ് ടൈറ്റിൽ കൊടുത്തേ. സൈറ്റ് ടൈറ്റിൽ കിടക്കുന്നിടത്ത് ക്ലിക്ക് ചെയ്ത് മാറ്റിയിട്ട് എന്ത് കൊടുക്കണം? രതീഷ്. അവിടെ മൊത്തം അത് ചേഞ്ച് ചെയ്തു. അത് കിടന്ന് ഡിലീറ്റ് ചെയ്തു. എന്നിട്ട് രതീഷ് ക്യാപിറ്റൽ രതീഷ് സ്പേസ് SEO സ്പേസ് അനലിസ്റ്റ് ക്യാപിറ്റൽ കൊടുക്കണം. സ്ഥലം എവിടെയാണ് രതീഷിൻ്റെ? അനലിസ്റ്റ് ANALYST അനലിസ്റ്റ് LY. എന്നിട്ട് പെരുമ്പാവൂർ സ്പേസ് കൊടുത്തിട്ട് P ക്യാപിറ്റൽ കൊടുത്ത് പെരുമ്പാവൂർ എന്നോട് കൊടുത്തു. കുഴപ്പമില്ല, പെരുമ്പാവൂർ. ഇനി താഴോട്ട് വന്നേ. ടാഗ്ലൈൻ ഒന്നും കൊടുക്കണ്ട. അവിടെ കിടന്നോട്ടെ. കാരണം നമ്മൾ ടൈറ്റിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ടാഗ്ലൈൻ ഒന്നും കൊടുക്കണ്ട. കുറച്ചുകൂടി താഴോട്ട് വന്നേ. എന്നിട്ട് കണ്ടോ നമ്മളെ അഡ്രസ്സ് അവിടെ ഒന്നും ചെയ്യേണ്ട. താഴോട്ട് വന്നേ. ലാംഗ്വേജ് ഇംഗ്ലീഷ് കാണിക്കുന്നുണ്ട്. അവിടേക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിലോ ടൈം സോണിലൊക്കെ മാറ്റം ഉണ്ടെങ്കിലോ മാറ്റി കൊടുക്കണം. ഇനി ലോഞ്ച് സൈറ്റ് എന്നുള്ള ഓപ്ഷൻ കിടക്കണം. അവിടെ ലോഞ്ച് സൈറ്റ് റൈറ്റ് സൈഡിൽ കാണിക്കുന്നുണ്ട്. ലോഞ്ച് സൈറ്റ് അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തോളൂ. ഓക്കെ കൊടുക്കുക. സൈറ്റ് സെറ്റിംഗ് ചേഞ്ച് ആയില്ലെന്ന് തോന്നുന്നു. കുഴപ്പമില്ല. ലോഞ്ച് സൈറ്റ് കൊടുക്കുമ്പം താഴോട്ട് വന്നേ. താഴോട്ട് വരുമ്പോൾ ഏറ്റവും താഴെ സ്കിപ്പ് പർച്ചേസ് കൊടുക്കുക. അവർ വീണ്ടും ട്രൈ ചെയ്യണം നമ്മളെ കൊണ്ട് പർച്ചേസ് ചെയ്യിക്കാനായിട്ട്. നമ്മൾ വിടുമോ? ഓക്കെ. അവിടെ ഫ്രീ എന്നുള്ള ഓപ്ഷൻ കണ്ടോ? അതിൻ്റെ താഴോട്ട് വന്നേ. ഫ്രീ ഓപ്ഷൻ. അവിടെ കീപ് ദിസ് പ്ലാൻ കൊടുക്കുക. ഇപ്പോഴാണ് നമ്മുടെ സൈറ്റ് ലോഞ്ച് ആകുന്നത്. നമുക്ക് ലോഞ്ച് ആയതിനു ശേഷം ഒരിക്കൽ കൂടെ ചെക്ക് ചെയ്യാം. കുഴപ്പമില്ല. ലോഞ്ച് സൈറ്റ് കൊടുത്തു കഴിഞ്ഞു. ഇനി നമ്മൾ യുവർ സൈറ്റ്. ഓക്കെ, റൈറ്റ് സൈഡിലുള്ള ടാബ് ഓപ്പൺ ആക്കി. മോളിൽ ആദ്യം തന്നെ. എന്നിട്ടൊന്ന് റീലോഡ് ചെയ്ത് നോക്കി ആ സെറ്റിങ്സ് മാറിയിട്ടുണ്ടോയെന്ന്. കണ്ടല്ലോ, നമ്മുടെ സൈറ്റിൻ്റെ സെറ്റിങ്സ് മാറി. നേരത്തെ robots.txt സെറ്റിങ്സ് എന്തായിരുന്നു? നമ്മളെ വെബ് പേജ് ക്രോളബിൾ അല്ലാത്തൊരു കണ്ടീഷനിലാണ് കിടന്നത്. നമ്മളത് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ക്രോളബിളാണ്. എന്നാൽ ഡിസലവ് ചെയ്തിരിക്കുന്ന ചില പോർഷനൊക്കെ ഉണ്ട്. അഡ്മിൻ പോർഷൻ, WP അഡ്മിൻ ഒക്കെ ഡിസലവ്ഡാണ്. ഇനി നമുക്ക് ഒരു robots.txt സാമ്പിളൂടെ നോക്കിയിട്ട് നമുക്ക് ഈ സൈറ്റിൻ്റെ ബ്ലോഗ് പോസ്റ്റ് പബ്ലിഷ് ചെയ്യും, വെരിഫൈ ചെയ്യാം. പുതിയ ടാബ് എടുത്തേ രതീഷ്. വിക്കിപീഡിയയുടെ ടാബൊക്കെ ക്ലോസ് ചെയ്ത് കളഞ്ഞു. വിക്കിപീഡിയയുടെ ഒരു ടാബ് കിടക്കുന്നുണ്ടോ? പേപ്പർ, അത് ക്ലോസ് ചെയ്തോ. കുഴപ്പമില്ല. അടുത്ത ടാബിൽ google.com/robots.txt എന്നടിക്കുക. google.com/robots.txt എൻ്റർ കൊടുക്കുക. അപ്പോൾ നമ്മൾ ഗൂഗിളിനകത്തുള്ള robots.txt ഫയലാണ് വലുതാക്കി. കണ്ടോ, ഇവിടെയും അങ്ങനെ തന്നെയാണ്. user-agent എന്നൊക്കെ ആദ്യം എഴുതിക്കുന്നുണ്ടോ? ആദ്യത്തെ ലൈൻ എന്താണ്? നമ്മളെ വെബ് പേജിനെ ക്രോൾ ചെയ്യാൻ വരുന്ന ബോട്ട്സിന് അഡ്രസ്സ് ചെയ്യുന്ന ലൈനാണ് ആദ്യത്തെ ലൈൻ. user-agent:*. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൂഗിളിനകത്തുള്ള robots.txt ഫയലാണ്. രണ്ടാമത്തെ ലൈനിൽ എന്താ എഴുതിക്കണേ? ഡിസലോ
disallow:/search എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ google.com/search എന്നൊരു ഫോൾഡർ ഉണ്ട്, അതിനകത്തേക്ക് കടക്കാൻ അനുവാദം കൊടുത്തിട്ടില്ല എന്നാണ് അർത്ഥം. എന്നാൽ മൂന്നാമത്തെ ലൈൻ നോക്കി, എന്നാൽ സെർച്ചിനകത്ത് എബോട്ട് എന്നൊരു ഫോൾഡർ ഉണ്ട്, അത് കടക്കാൻ അനുവാദം കൊടുത്തിട്ടുണ്ട്. നാലാമത്തെ ലൈൻ നോക്കി, സെർച്ചിനകത്ത് സ്റ്റാറ്റിക് എന്നൊരു ഫോൾഡർ ഉണ്ട്, അത് ക്രോൾ ചെയ്യാൻ അനുവാദം കൊടുത്തിട്ടുണ്ട്. അലോ കൊടുത്തിരിക്കണതൊക്കെ ക്രോൾ ചെയ്യാൻ അനുവാദം കൊടുത്തിട്ടുള്ളതും. എന്നാൽ ഡിസലോ കൊടുത്തിരിക്കുന്ന ഒരു ലൈൻ കണ്ടോ, അവിടെ google.com/sdch എന്നൊരു ഫോൾഡർ ഉണ്ട്, അതുപോലെ തന്നെ google.com/groups എന്നുള്ള ഫോൾഡർ ഉണ്ട്. അതിനകത്തുള്ള ഒരു ഫയൽസും ഫോൾഡേഴ്സും ഒന്നും ക്രോൾ ചെയ്യാൻ അനുവാദം കൊടുത്തിട്ടില്ല എന്നാണ് ആ ഡിസലോവിൻ്റെ അർത്ഥം. അപ്പോൾ നിങ്ങൾക്ക് റോബോട്ട്.txt കുറച്ചുകൂടെ ക്ലാരിറ്റി വന്നിട്ടുണ്ടാവും. ക്ലിയർ ആയോ? ഇത് നമ്മൾ സാമ്പിളായിട്ട് ഗൂഗിളിൻ്റെ റോബോട്ട്.txt ഫയൽ എടുത്ത് കാണിച്ചു തന്നേ ഉള്ളൂ. robots.txt ഫയൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വെബ് പേജുകളെ ക്രോൾ ചെയ്യാൻ വരുന്ന ബോർഡ്സിന് നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന ഒരു ടെക്സ്റ്റ് ഫയലാണ് റോബോട്ട്.txt ഫയൽ. അതിനകത്ത് user-agent:* എന്ന് കൊടുത്തിരിക്കുന്ന ആദ്യത്തെ ലൈൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ വെബ് പേജിനെ ക്രോൾ ചെയ്യാൻ വരുന്ന ബോർഡ്സിന് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതാണ്. ആ നിർദ്ദേശം കൊടുക്കാനായിട്ട് ആദ്യം ഒന്ന് അഡ്രസ്സ് ചെയ്യുന്നുണ്ടാവും, അതാണ് ഫസ്റ്റ് ലൈൻ. അത് കഴിഞ്ഞിട്ട് ഓരോ നിർദ്ദേശങ്ങൾ താഴെ നമ്മൾ കൊടുക്കുന്നു. ഓരോ ലൈനിൽ ഓരോ നിർദ്ദേശമാണ് കൊടുത്തിരിക്കുന്നത്, നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ഇവിടെയുള്ള ഏറ്റവും വലിയ പ്രത്യേകത, ഏറ്റവും താഴെ പോയേ അവിടെ സൈറ്റ് മാപ്പ് കൊടുത്തിട്ടുണ്ടാവും. ഈ ഫയലിൻ്റെ ഏറ്റവും താഴെ പോയേ അവിടെ സൈറ്റ് മാപ്പ് കോളൻ എന്ന് പറഞ്ഞിട്ട് ഗൂഗിളിൻ്റെ സൈറ്റ് മാപ്പ് കൊടുത്തിട്ടുണ്ടാവും. നമ്മൾ സൈറ്റ് മാപ്പിനെ പറ്റി പറഞ്ഞിട്ടില്ല, ഉടനെ തന്നെ പഠിക്കും. ഇന്നല്ലെങ്കിൽ തിങ്കളാഴ്ചത്തെ ക്ലാസ്സിൽ പഠിക്കും. സൈറ്റ് മാപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ SEO ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ഒരു XML ഡോക്യുമെൻ്റ് ആണ്. ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പഠിക്കും. അപ്പോൾ നമ്മൾ ഈ സൈറ്റിനകത്ത് നമ്മുടെ ബ്ലോഗിനകത്തുള്ള ക്രോളബിൾ അല്ലാതെ കിടന്ന ഓപ്ഷൻ നമ്മൾ എന്താക്കിയിട്ടുണ്ട്, ലോഞ്ച് ചെയ്ത് ക്രോളബിൾ ആക്കിയിട്ടുണ്ട്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇനി ഈ സൈറ്റിനെ ലോഞ്ച് ചെയ്യാനാണോ. ഇനി രതീഷ് ആ എഡിറ്റ് പോസ്റ്റ് എന്ന് പറഞ്ഞ പോസ്റ്റിലോട്ട് പോയേ, ആ ടാബിലോട്ട് പോയേ, എഡിറ്റ് പോസ്റ്റ്. അതെ, അപ്പോൾ നമ്മൾ പോസ്റ്റ് പബ്ലിഷ് ചെയ്യാൻ നമ്മൾ റെഡിയാക്കിയിരിക്കുകയാണ്. ഓപ്റ്റിമൈസ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്, അത് ക്രോളബിൾ ആക്കിയിട്ടുണ്ട്. ഇനി നമ്മളെ പ്രോസസ്സ് ഇതിനെ പബ്ലിഷ് ചെയ്യുകയും ഗൂഗിളിൽ വെരിഫൈ ചെയ്യുന്ന പ്രോസസ്സാണ്. ഇനിയുള്ള പ്രോസസ്സും കണ്ണെടുക്കാതെ ഇമവെട്ടാതെ നോക്കിയിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ സൈറ്റ് എല്ലാം ഓവറോൾ ചെക്ക് ചെയ്തിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ കണ്ടോ, ബ്ലോക്ക് എന്നുള്ള സ്ഥലത്തിൻ്റെ അടുത്തായിട്ട് പോസ്റ്റ് എന്നുള്ള ഓപ്ഷൻ കാണിക്കുന്നുണ്ടോ. പോസ്റ്റ് ഓപ്ഷനാണ് ഇപ്പോൾ സെലക്ട് ആയിട്ടുള്ളത്. താഴോട്ട് വന്നേ, അവിടെ കാറ്റഗറിയും ടാഗൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടോ. താഴോട്ട് വരുമ്പോൾ കാറ്റഗറി ഉണ്ടാവും. കാറ്റഗറി SEO കൊടുത്തിട്ടുണ്ട്, മെടുക്കൻ. ടാഗുകൾ സെർച്ച് എഞ്ചിൻ, SEO, വെബ് ഓപ്റ്റിമൈസേഷൻ, വെബ്സൈറ്റ് ഓപ്റ്റിമൈസേഷൻ. ഓക്കെ, ഫൈൻ. ഇനി പബ്ലിഷ് കൊടുത്തു, വേറെ ഒന്നും നോക്കണ്ട, പബ്ലിഷ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ ബ്ലോഗിനെ പബ്ലിഷ് ചെയ്യുകയാണ്. പബ്ലിഷ് കൊടുത്ത് കഴിയുമ്പോൾ ഒരിക്കൽ കൂടെ ക്ലിക്ക് ചെയ്തേ, അപ്പോഴാണ് അത് പബ്ലിഷ് ആകുന്നത്. അപ്പോൾ നമ്മൾ പബ്ലിഷിങ് എന്നൊക്കെ എഴുതി കാണിക്കും. പബ്ലിഷ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു പ്രോംപ്റ്റ് വരും, അതങ്ങ് ക്ലോസ് ചെയ്ത് കളയാം. റൈറ്റ് സൈഡിൽ കണ്ടോ വ്യൂ പോസ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. റൈറ്റ് സൈഡിൽ ഒരു നീല ബട്ടൺ കണ്ടോ, വ്യൂ പോസ്റ്റ്, അതിൽ ക്ലിക്ക് ചെയ്യും. അപ്പോൾ നമ്മളെ ബ്ലോഗ് ഒരു പോസ്റ്റ്, നമ്മളിപ്പോൾ പബ്ലിഷ് ചെയ്ത ബ്ലോഗിൻ്റെ പോസ്റ്റ് നമുക്ക് ഓപ്പൺ ആയി കിട്ടും. ഇതാണ് നമ്മുടെ ബ്ലോഗ്. ഓക്കെ, നമുക്കിനി ഈ ബ്ലോഗിനെ ജസ്റ്റ് വെരിഫൈ ചെയ്യാനുണ്ട്. പക്ഷേ നമുക്കൊരു പ്രശ്നം പറ്റിയത്, നേരത്തെ നമ്മൾ ടൈറ്റിൽ കൊടുത്തത് സേവ് ആയിട്ടില്ല കേട്ടോ. അതിനെന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് തൊട്ടടുത്തുള്ള ടാബ് എടുത്തേ, മൈ ഹോം എന്ന് കാണിക്കുന്ന ടാബില്ലേ, അതൊരിക്കൽ കൂടെ എടുത്തേ. അവിടെ ലെഫ്റ്റ് സൈഡിൽ സെറ്റിങ്സ് ബട്ടൺ ഒരിക്കൽ കൂടെ പോകണം. ലെഫ്റ്റ് സൈഡിൽ സെറ്റിങ്സ് സെറ്റിങ്സ് ക്ലിക്ക്, ജനറൽ സെറ്റിങ്സ് ക്ലിക്ക് ചെയ്തേ, ഏറ്റവും മുകളിൽ. ഓക്കെ, ക്ലിക്ക് ചെയ്തോ. അവിടെ കണ്ടോ സൈറ്റ് ആയിട്ട് നമ്മൾ നേരത്തെ കൊടുത്ത് സേവ് ആയിട്ടില്ല. അവിടെ രതീഷ് ക്യാബിനറ്റ് കൊടുക്കാം. രതീഷ് SEO അനലിസ്റ്റ് പെരുമ്പാവൂർ എന്ന് പെട്ടെന്ന് ടൈപ്പ് ചെയ്തു. ഇവിടെ പറയുന്ന പെട്ടെന്ന് അനലിസ്റ്റ്, ANALYST അനലിസ്റ്റ് സ്പേസ് പെരുമ്പാവൂർ. ഓക്കെ, മുകളിൽ സേവ് സെറ്റിങ്സ് ഉണ്ടോ, അത് കൊടുത്തോ. അത് നമ്മൾ നേരത്തെ ആദ്യം അത് സേവ് ചെയ്തിട്ട് ലോഞ്ച് സൈറ്റ് കൊടുത്താൽ മതിയാണ്, കുഴപ്പമില്ല. നമുക്ക് തിരിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്യുക കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ ഇതിനു മുമ്പ് എടുത്ത ബ്ലോഗ് എടുത്തേ, ഇതെടുത്തേ, തൊട്ടുമുമ്പുള്ള ഹിസ്റ്ററി ആൻഡ് എവല്യൂഷൻ, അതിന് അവിടെ നിന്നിട്ടൊന്ന് റീലോഡ് ചെയ്തേ. ഓക്കെ, എന്നിട്ട് റീലോഡ് ചെയ്തിട്ട് ഏറ്റവും മുകളിലോട്ട് എടുക്കാം. കുറച്ചുകൂടെ മുകളിലോട്ട് എടുത്തേ, അത്ര ഏറ്റവും മുകളിലാണ് നിൽക്കുന്നത്. ഇനി മുകളിലോട്ട് പോകാനില്ല. അവിടെ രതീഷ് SEO അനലിസ്റ്റ് പെരുമ്പാവൂർ എന്ന് വന്നുണ്ടോ, അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഹോം പേജിലേക്ക് പോകും. ഇതാണ് നമ്മൾ റൂട്ട് ഡയറക്ടറി, അഥവാ നമ്മളെ ഹോം പേജ്. ആ URL ഒന്ന് കോപ്പി ചെയ്തെടുക്കുക. എന്നിട്ട് പുതിയ ടാബ് എടുക്കുക. എന്നിട്ട് ഗൂഗിൾ എടുത്തിട്ട് ഗൂഗിൾ സെർച്ച് കൺസോൾ എടുക്കുക. നമ്മൾ ഇനി ചെയ്യാൻ പോണത്, നമ്മൾ വെബ്സൈറ്റിനെ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു, ഇനി നമുക്കൊന്നും നോക്കാനില്ല. ഗൂഗിൾ എടുത്തിട്ട് എൻ്റർ ചെയ്തോ. ഗൂഗിളിനകത്ത് ഗൂഗിൾ സെർച്ച് കൺസോൾ എന്ന് അടിച്ചോ. ഗൂഗിൾ സെർച്ച് കൺസോളിൽ വെരിഫൈ ചെയ്യാനാണ് പോകുന്നത്. ഗൂഗിൾ സെർച്ച് കൺസോൾ എന്ന് ടൈപ്പ് ചെയ്യുക. കൺസോൾ, എന്നിട്ട് ആദ്യത്തെ റിസൾട്ട് ക്ലിക്ക് ചെയ്തു.
ഓക്കെ, അപ്പോൾ നമ്മൾ ഗൂഗിൾ സെർച്ച് കൺസോളിലെത്തും. ഇതാണ് ഗൂഗിൾ സെർച്ച് കൺസോളിൻ്റെ ഫസ്റ്റ് പോർഷൻ. അവിടെ നമ്മൾ സ്റ്റാർട്ട് നൗ ബട്ടണിൽ ക്ലിക്ക് ചെയ്യും. നമ്മൾ വെബ്സൈറ്റിൻ്റെ ഗൂഗിൾ സെർച്ച് കൺസോൾ വെരിഫൈ ചെയ്യാനാണ് പോകുന്നത്. അവിടെ കണ്ടോ 2 ഓപ്ഷൻ കാണിക്കും. ഡൊമൈൻ എന്നുള്ള ഓപ്ഷനും URL പ്രിഫിക്സ് എന്നുള്ള ഓപ്ഷനാണ് കാണിക്കുക. നിങ്ങൾ URL പ്രിഫിക്സ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. നമ്മുടെ കയ്യിലുള്ളത് ഡൊമൈൻ അല്ല, സബ് ഡൊമൈൻ ആണ്. അവിടെ പേസ്റ്റ് കൊടുക്കുക URL. നമ്മൾ കോപ്പി ചെയ്തിരിക്കുന്ന URL പേസ്റ്റ് കൊടുക്കുക, കണ്ടിന്യൂ കൊടുക്കുക. അപ്പം ചെക്കിംഗ് വെരിഫിക്കേഷൻ എന്ന് കാണിക്കും. അവിടെ വെരിഫിക്കേഷന് വേണ്ടിയിട്ട് 5 മെത്തേഡുകളാണ് ഗൂഗിൾ കാണിക്കുക. ആദ്യത്തെ മെത്തേഡ് അവർ HTML ഫയൽ ഡൗൺലോഡ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറയും. ആ മെത്തേഡ് നമുക്കിവിടെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ അതിൻ്റെ കുറച്ച് താഴെയായിട്ട് ഈ അഡോപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് ഇതൊരു വെബ്സൈറ്റ് അല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. ഈ ഫയൽ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ നമുക്ക് സാധിക്കുകയില്ല. ഇതൊരു ബ്ലോഗാണ്, ഇതൊരു വെബ്സൈറ്റ് അല്ല. ഒരു വെബ്സൈറ്റിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ലോഗിൻ ചെയ്ത് കയറാൻ പറ്റുന്ന വെബ് ലോഗ് എന്നുള്ള വാക്കിനകത്തു നിന്നാണ് ബ്ലോഗ് എന്നുള്ള വാക്ക് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ ഒരു വെബ് ലോഗ് അല്ലെങ്കിൽ ബ്ലോഗിനാണ് നമുക്കുള്ളത്. അപ്പോൾ ഈ ഫയൽ ഡൗൺലോഡ് ചെയ്താൽ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ അതിൻ്റെ റൂട്ട് ഡയറക്ടറിയിലോട്ട് ആക്സസ് ഇല്ല. അതുകൊണ്ട് അവിടെ നിന്ന് സൈഡിലോട്ട് ഡ്രാഗ് ചെയ്തിട്ട് രണ്ടാമത്തെ ഓപ്ഷൻ നോക്കാം. രണ്ടാമത്തെ ഓപ്ഷനിലാണ് നമുക്കിവിടെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റുക. HTML ടാഗ് ഉണ്ടോ, അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ആരോ ക്ലിക്ക് ചെയ്യുക. ഒരു കുഞ്ഞാരോ കാണിക്കില്ലേ, എന്നിട്ട് ആ വെരിഫൈ ചെയ്യാനുള്ള ഒരു മെറ്റാ ടാഗ് അവിടെ കാണിക്കുന്നുണ്ടാവും. അതിനെ കോപ്പി ചെയ്ത് എടുക്കുക. അവിടെ കോപ്പി ബട്ടൺ ഉണ്ടാകും, അത് ക്ലിക്ക് ചെയ്താലും മതി. ജസ്റ്റ് കോപ്പി ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അപ്പോൾ കോപ്പി ആയിട്ടുണ്ട്. ഇനി നേരത്തെ നമ്മൾ എടുത്ത ആ ജനറൽ സെറ്റിങ്സിൽ എടുത്തേക്കുന്ന ടാബ് ഉണ്ടേ, അത് തന്നെ. അതായത് നമ്മൾ ഡാഷ്ബോർഡിലേക്ക് തിരിച്ചു വരിക. എന്നിട്ട് ലെഫ്റ്റ് മെനുവിലോട്ട് മൗസ് കൊണ്ടുവന്നിട്ട് താഴെ സെറ്റിങ്സിൻ്റെ തൊട്ട് മുകളിലായിട്ട് ടൂൾസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. ടൂൾസ് അത് തന്നെ അത് ക്ലിക്ക് ചെയ്തോ. ടൂൾസിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കുറേ ഓപ്ഷൻസ്, മാർക്കറ്റിംഗ് ടൂൾസ് ഉണ്ടാവും, കണക്ഷൻ ഉണ്ടാകും, ട്രാഫിക് ഉണ്ടാകും. കണ്ടല്ലോ, അതിൽ ട്രാഫിക് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇനി താഴോട്ട് വരുമ്പോൾ സൈറ്റ് വെരിഫിക്കേഷൻ സർവീസസ് എന്ന് കാണിക്കും. സൈറ്റ് വെരിഫിക്കേഷൻ സർവീസസ് താഴോട്ട് വരട്ടെ, കുറച്ചുകൂടെ കണ്ടോ. സൈറ്റ് വെരിഫിക്കേഷൻ സർവീസിനകത്ത് ഗൂഗിളിൻ്റെ മെറ്റാ ടാഗ് ആഡ് ചെയ്യാനുള്ള ഒരു സ്ഥലം അവിടെ കാണാൻ പറ്റും. കണ്ടല്ലോ, ഗൂഗിൾ എന്ന് എഴുതിക്കുന്നുണ്ടോ, അവിടെ ക്ലിക്ക് ചെയ്യുക. നമ്മളെ കയ്യിലുള്ള മെറ്റാ ടാഗ് പേസ്റ്റ് ചെയ്യുക. ആണല്ലോ, എന്നിട്ട് മുകളിൽ സേവ് സെറ്റിങ്സ് കൊടുക്കുക. ഒന്നും ചെയ്യേണ്ട, സേവ് പേസ്റ്റ് ആയി കഴിഞ്ഞാൽ സേവ് സെറ്റിങ്സ് കൊടുത്താൽ മാത്രം മതി. സേവ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ വെബ് മാസ്റ്റർ ടൂൾസിന് അല്ലെങ്കിൽ സെർച്ച് കൺസോളിലോട്ട് തിരിച്ചു വരിക. ഓക്കെ, അവിടെ നമ്മൾ മെറ്റാ ടാഗ് കോപ്പി ചെയ്തതിൻ്റെ തൊട്ട് താഴെ ഒരു വെരിഫൈ ബട്ടൺ ഉണ്ടാവും. കുറച്ച് ശകലം കൂടെ അതല്ല ബട്ടൺ ആയിട്ടുണ്ടാവും താഴെ. ആദ്യം തന്നെ ആ വെരിഫൈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ മെറ്റാ ടാഗ് കൃത്യമായിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഓണർഷിപ്പ് വെരിഫൈഡ് എന്ന് പറഞ്ഞ് എഴുതി കാണിക്കണ്ടോ. ഓണർഷിപ്പ് വെരിഫൈഡ് ഒരു പച്ച ടിക്ക് വന്നുണ്ടോ. ഇനി ഗോ ടു പ്രോപ്പർട്ടി കൊടുക്കാം. അപ്പോൾ നമ്മൾ അതിൻ്റെ പ്രോപ്പർട്ടിയിലേക്ക് എത്തും. ഇപ്പം നമ്മൾ എത്തുന്ന സ്ഥലമാണ് സെർച്ച് കൺസോളിനകത്ത്, ഗൂഗിൾ സെർച്ച് കൺസോളിനകത്ത് നമ്മുടെ ഡാഷ്ബോർഡ്, നമ്മുടെ ബ്ലോഗിൻ്റെ ഡാഷ്ബോർഡാണിത്. ഈ ബ്ലോഗുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഇവിടെ ഉണ്ടാകത്തുള്ളൂ. നമ്മളിപ്പോൾ വെരിഫൈ ചെയ്ത്, അതായത് രതീഷ് SEO analyst.wordpress.com എന്ന് പറയുന്ന ബ്ലോഗിൻ്റെ വെരിഫിക്കേഷൻ, ഓണർഷിപ്പ് വെരിഫിക്കേഷൻ രതീഷ് ചെയ്ത് കഴിഞ്ഞു. ഗൂഗിൾ സെർച്ച് കൺസോൾ വെരിഫിക്കേഷനാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. ഇനി അവിടെ ലെഫ്റ്റ് സൈഡിൽ കണ്ടോ URL ഇൻസ്പെക്ഷൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. ലെഫ്റ്റ് മെനുവിൽ URL ഇൻസ്പെക്ഷൻ അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വീണ്ടും നമ്മുടെ ബ്ലോഗിൻ്റെ URL എടുത്ത് വെച്ചിട്ടുണ്ട്. രതീഷ് എന്ന് മുകളിൽ കിടക്കുന്ന ടാബ് ഉണ്ടോ, അതിലേക്ക് വരിക. നമ്മൾ ബ്ലോഗ് എടുത്ത് വെച്ചിരിക്കുന്ന ഒരു ടാബ് ഉണ്ട്, അത് തന്നെ. എന്നിട്ട് ആ URL കോപ്പി ചെയ്തെടുത്ത് നമ്മൾ ആദ്യം നമ്മളെ മെയിൻ URL കോപ്പി ചെയ്തെടുക്കേണ്ടത്. തിരിച്ചു വരിക. എന്നിട്ട് അവിടെ പേസ്റ്റ് കൊടുക്കുക. ഒന്നുകിൽ എൻ്റർ ബട്ടൺ കൊടുക്കുക, അല്ലെങ്കിൽ അവിടെ ഒരു സെർച്ച് ബോക്സ് ലെഫ്റ്റ് സൈഡിലായിട്ട് കാണാം, അവിടെ ക്ലിക്ക് ചെയ്താലും മതി. ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു സെർച്ച് ബോക്സ് ഉണ്ടാവും, അല്ലെങ്കിൽ എൻ്റർ കൊടുക്കുക. അപ്പോൾ നമ്മുടെ പേജിന് ഗൂഗിൾ റിട്രൈവിംഗ് എന്നൊക്കെ എഴുതി കാണിക്കും. URL ഈസ് ഓൺ ഗൂഗിൾ എന്നാണ് കാണിക്കുന്നത്. വെയിറ്റ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യാന്ന് അറിയോ, റൈറ്റ് സൈഡിൽ ടെസ്റ്റ് ലൈവ് കൊടുക്കുക. ടെസ്റ്റ് ലൈവ്. അപ്പോൾ ടെസ്റ്റിംഗ് ലൈവ് URL എന്ന് കാണിക്കും. അപ്പോൾ URL ഈസ് അവൈലബിൾ ടു ഗൂഗിൾ കാണിക്കുന്നുണ്ട്. ഇനി അതിൻ്റെ റൈറ്റ് സൈഡിൽ കണ്ടോ റിക്വസ്റ്റ് ഇൻഡെക്സിംഗ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. താഴെ റിക്വസ്റ്റ് ഇൻഡെക്സിംഗ് ക്ലിക്ക് ചെയ്യുക. ഡിസ്മിസ് കൊടുക്കുക. അപ്പോൾ നമ്മൾ മെയിൻ URL സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. വീണ്ടും രതീഷിൻ്റെ ബ്ലോഗിലേക്ക് വരിക. യെസ്. എന്നിട്ട് ഹിസ്റ്ററി, താഴെ ഹിസ്റ്ററി ആൻഡ് എവല്യൂഷൻ എന്നൊക്കെ പറഞ്ഞ ഒരു നമ്മളെ ബ്ലോഗിൻ്റെ ടൈറ്റിൽ കാണിക്കുന്ന സ്ഥലം ഉണ്ടാവും. താഴോട്ട് വന്നാൽ പോട്ടെ കുറച്ചുകൂടെ താഴെ വന്നേ. ഇതിനകത്ത് ഈ തീം നല്ല തീമല്ല. അവിടെ ഹിസ്റ്ററി ആൻഡ് എവല്യൂഷൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് അവിടെ ക്ലിക്ക് ചെയ്തു. അപ്പോൾ അതാണ് നമ്മൾ പോസ്റ്റിൻ്റെ ടൈറ്റിൽ, പോസ്റ്റിൻ്റെ URL. ഇനി ആ URL കോപ്പി ചെയ്തെടുക്കാം. കോപ്പി. എന്നിട്ട് വീണ്ടും സെർച്ച് കൺസോളിലേക്ക് വരിക. എന്നിട്ട് ആ URL ഇൻസ്പെക്ഷനിൽ ക്ലിക്ക് ചെയ്യുക.
പേസ്റ്റ് കൊടുക്കുക. ഒന്നുകിൽ എൻ്റർ കൊടുക്കുക, അല്ലെങ്കിൽ ആ സെർച്ച് ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും റിട്രൈവിംഗ് ഡേറ്റ എന്ന് കാണിക്കും. URL ഈസ് നോട്ട് ഓൺ ഗൂഗിൾ എന്നാണ് കാണിക്കുന്നത്. ടെസ്റ്റ് ലൈവ് കൊടുക്കുക. ടെസ്റ്റ് ലൈവ് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ മെയിൻ URL സബ്മിറ്റ് ചെയ്തു, രണ്ടാമത് നമ്മൾ ബ്ലോഗ് പോസ്റ്റിൻ്റെ URL സബ്മിറ്റ് ചെയ്തു. ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഒരു 15-20 സെക്കൻഡൊക്കെ അത് എടുക്കും, ചിലപ്പോൾ ഒരു 35 സെക്കൻഡ് വരെയൊക്കെ എടുക്കും. നമ്മളെ പേജിന് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ URL ഈസ് അവൈലബിൾ ടു ഗൂഗിൾ എന്ന് കാണിച്ചൊരു പച്ച ടിക്ക് കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ പേജിന് അവൈലബിലിറ്റി. അപ്പോൾ ഇനി റിക്വസ്റ്റ് ലിസ്റ്റിംഗ് കൊടുക്കുക. റൈറ്റ് സൈഡിൽ കണ്ടോ റിക്വസ്റ്റ് ലിസ്റ്റിംഗ്, ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ആ ക്ലിക്ക് ചെയ്യുന്നത് വഴി നമ്മൾ ഗൂഗിളിൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യണം, എന്താ നമ്മളെ പേജിനെ ഇൻഡെക്സ് ചെയ്യാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാം. വീണ്ടും ബ്ലോഗിലേക്ക് തിരിച്ചു വന്നേ. ഏറ്റവും മുകളിൽ രതീഷ് SVNS എന്നിടത്ത് ക്ലിക്ക് ചെയ്തേ. അപ്പോൾ നമ്മൾ മെയിൻ URLിലേക്ക് എത്തും. URL കോപ്പി ചെയ്തെടുക്കുക. കോപ്പി, പുതിയ ടാബ് എടുക്കുക. google.com എന്നടിക്കുക. google.com എൻ്റർ കൊടുത്തേ. നമുക്ക് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അത് ക്യാച്ച് ആയിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഗൂഗിളിനകത്ത് ആ സെർച്ച് ബോക്സിനകത്ത് നമ്മൾ URL പേസ്റ്റ് കൊടുക്കുക. എൻ്റർ കൊടുത്തേ. ക്യാച്ച് ആയിട്ടില്ല, അത് കുറച്ച് സമയം എടുക്കും. ഇപ്പം മണി എത്ര? ഇപ്പം 3 മണിയാവുമ്പോൾ രതീഷ് ഒരു 6-7 മണിയാകുമ്പോൾ, വൈകുന്നേരം 7 മണി അല്ലെങ്കിൽ പോട്ടെ 8 മണിയാകുമ്പോൾ ഈ URL ഇങ്ങനെ തന്നെ ഒരിക്കൽ കൂടെ കോപ്പി ചെയ്ത് വെറുതെ google.com എടുത്ത് പേസ്റ്റ് ചെയ്യുമ്പോൾ മിക്കവാറും രതീഷിൻ്റെ ബ്ലോഗ് ഗൂഗിളിനകത്ത് കാണാൻ പറ്റും കേട്ടോ. ഓക്കെ. അപ്പോൾ അത് കിട്ടിക്കഴിയുമ്പോൾ, അത് ക്യാച്ചായി കഴിയുമ്പോഴത്തേക്ക് ഗൂഗിളിനകത്ത് സെർച്ച് ചെയ്യുമ്പോൾ കാണിക്കൂലേ. അപ്പോൾ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മളെ ഗ്രൂപ്പിനകത്ത്, നമ്മൾ ഓൺലൈൻ ബാച്ചുകളുടെ ഗ്രൂപ്പിനകത്തേക്ക് ഒന്ന് ഷെയർ ചെയ്തേക്കും കേട്ടോ. ഓക്കെ. അപ്പോൾ നമ്മൾ നിൽക്കേ, ഇനി ഒരു പ്രോസസ്സ് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് കൂടെ വൈൻഡപ്പ് ചെയ്യാം. ബാക്കിയുള്ള ആൾക്കാർക്ക് വീഡിയോ ഞാൻ അയച്ചു തരുമ്പോൾ അത് നോക്കി ചെയ്തു പോവാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോസസ്സ് സൈറ്റ് മാപ്പ് സബ്മിറ്റ് ചെയ്യാനാണ് പോണത്. രതീഷിൻ്റെ ബ്ലോഗിലോട്ട് തിരിച്ചു വന്നേ. എന്നിട്ട് ബ്ലോഗ് അഡ്രസ്സിൻ്റെ എൻഡിൽ wordpress.com കഴിഞ്ഞിട്ട് URL അഡ്രസ് അവിടെ wordpress.com കഴിഞ്ഞിട്ട് സ്ലാഷ് അടിക്കുക. എന്നിട്ട് SITEMAP എന്നടിക്കുക. SITEMAP.xml എന്നടിക്കുക. .xml എൻ്റർ കൊടുക്കുക. ഇതാണ് നമ്മുടെ സൈറ്റ് മാപ്പ്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ തിങ്കളാഴ്ച പറഞ്ഞുതരാം. ഈ സൈറ്റ് മാപ്പ് എന്ന് പറയുന്നത് നമ്മൾ SEO ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ഒരു XML ഡോക്യുമെൻ്റ് ആണ്. ഈ സൈറ്റ് മാപ്പിനകത്ത് നമ്മളെ വെബ്സൈറ്റിൻ്റെ സകല URLs ഉണ്ടാകും. അതിന് ലാസ്റ്റ് മോഡിഫൈ ചെയ്ത ഡേറ്റും ടൈമും ഒക്കെ ഉണ്ടാകും. ചേഞ്ച് ഫ്രീക്വൻസി ഉണ്ടാകും, പ്രയോറിറ്റി ഉണ്ടാകും. ഇതെല്ലാം അടങ്ങിയിരിക്കുന്ന ഒരു ഡോക്യുമെൻ്റ് ആണ് സൈറ്റ് മാപ്പ് .xml എന്ന് പറയുന്ന ഫയൽ. നമ്മളെ ബുക്കിനകത്തൊക്കെ ഉള്ള ഒരു ഇൻഡെക്സ് പേജ് പോലെയാണ്. ഇൻഡെക്സ് പേജിനകത്ത് എന്തൊക്കെയാണോ ബുക്കിനകത്തുള്ള കണ്ടന്റ് എന്നൊക്കെ നമ്മൾ എഴുതി വെച്ചിരിക്കൂലേ ഇൻഡെക്സ് പേജിനകത്ത്. അതേപോലെ നമ്മളെ പേജിനെ ക്രോൾ ചെയ്യുന്ന സമയത്ത് ഞാൻ ഓറിയന്റേഷൻ ക്ലാസ്സിൽ എന്നത് പറഞ്ഞു പറഞ്ഞു പോയിട്ടുണ്ടെന്ന് എൻ്റെ വിശ്വാസം. അപ്പോൾ നമ്മുടെ പേജിനകത്ത് നമ്മൾ ഒരു സൈറ്റ് മാപ്പ് എന്ന് പറഞ്ഞൊരു ഡോക്യുമെൻ്റ് ഉണ്ടാകും. XML ഡോക്യുമെൻ്റ് ആണ്. ഇത് സബ്മിറ്റ് ചെയ്യുന്നത് കൂടെ. അപ്പോൾ ഈ സൈറ്റ് മാപ്പ് .xml എന്നുള്ള ഫയൽ മാത്രം കോപ്പി ചെയ്തെടുത്ത് അത് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത് കൂടെ പഠിക്കാം. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ക്ലാസ് ഞാൻ തിങ്കളാഴ്ച എടുക്കാം കേട്ടോ. ഇപ്പം ഞാൻ ഇതെടുത്തുകൊണ്ടിരിക്കാൻ സമയമില്ല. അവിടെ സൈറ്റ് മാപ്പ് .xml എന്ന ഫയൽ മാത്രം കോപ്പി ചെയ്തെടുക്കാം. സൈറ്റ് മാപ്പ് .xml എന്ന ഫയൽ മാത്രം, മൊത്തം കോപ്പി ചെയ്യല്ലേ, സൈറ്റ് മാപ്പ് .xml മാത്രം. യെസ്, കോപ്പി. വീണ്ടും സെർച്ച് കൺസോളിലോട്ട് വന്നേ. അവിടെ ലെഫ്റ്റ് മെനുവിൽ സൈറ്റ് മാപ്പ് എന്ന് കാണാം. താഴോട്ട് സൈറ്റ് മാപ്സ് അത് തന്നെ. എന്നിട്ട് കണ്ടല്ലോ അവിടെ സൈറ്റ് മാപ്പ് നമ്മൾ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്തുകൊണ്ടാണ് ആ ഫയലിനെ മാത്രം കോപ്പി ചെയ്തെന്ന് മനസ്സിലായല്ലോ. ബാക്കി പോർഷൻ അവിടെ ഉണ്ട്. അപ്പോൾ അത്രയും മാത്രം നമ്മൾ കോപ്പി ചെയ്തുകൊണ്ടെന്നാൽ മതി. പേസ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ സബ്മിറ്റ് ബട്ടൺ ആക്റ്റീവ് ആയിട്ടുണ്ടാവും. ക്ലിക്ക് കൊടുക്കുക. ഓക്കെ, നമ്മൾ സൈറ്റ് മാപ്പ് സബ്മിറ്റ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്നൊക്കെ കാണിക്കും. ഡിസ്മിസ് കൊടുക്കുക. പക്ഷേ ഗുഡിൻ്റെ ഫെച്ച് എന്നാണ് കിടക്കുന്നത്. ഒരിക്കൽ കൂടെ പേസ്റ്റ് കൊടുത്ത് സബ്മിറ്റ് കൊടുത്തേ. അങ്ങനെ കാണിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് നമ്മളെ പറ്റിക്കാൻ വേണ്ടി കാണിക്കണേ. സബ്മിറ്റ് ഒരിക്കൽ കൂടെ കൊടുത്തു നോക്കി. ഗുഡിൻ്റെ ഫെച്ച് എന്നാണ് കാണിക്കണം അല്ലേ. ഇപ്പോൾ ശരിയായിട്ടോ. ഡിസ്മിസ് കൊടുത്തേ. ഗൂഗിൾ ഭയങ്കര പറ്റിപ്പാണ് ചില സമയത്ത്. ഓക്കെ, അപ്പോൾ നമ്മൾ സൈറ്റ് മാപ്പ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ ലാസ്റ്റ് ചെയ്ത ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മളെ ബ്ലോഗിനെ ഗൂഗിൾ സെർച്ച് കൺസോളിൽ വെരിഫൈ ചെയ്താണ്. ബ്ലോഗിൻ്റെ പോസ്റ്റ് റെഡിയായി. ആങ്കർ ടെക്സ്റ്റ് ഒപ്റ്റിമൈസേഷൻ, ഇമേജ് ഒപ്റ്റിമൈസേഷൻ, അതുപോലെ തന്നെ കാറ്റഗറി ടാഗ് ഇതൊക്കെ ആഡ് ചെയ്ത് ഓക്കെയാണ്, ഗൂഗിൾ ഇനി ക്യാച്ച് ചെയ്തോട്ടെ എന്ന് റെഡി ആയിരിക്കുന്ന ആൾക്കാരൊക്കെ ഇപ്പം ഞാൻ രതീഷിൻ്റെ ബ്ലോഗിനകത്ത് ചെയ്ത പോലെ ക്രോസ് ചെക്ക് ചെയ്യുക. അതിനകത്ത് robots.txt അടിച്ച് ക്രോളബിൾ ആണോ
അല്ലെങ്കിൽ നോൺ ക്രോളബിൾ ആണോ നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, അതിൻ്റെ സെറ്റിങ്സിനകത്ത് പോയി റീഡിംഗ് സെറ്റിങ്സ് എടുത്തിട്ട് അതിൻ്റെ വ്യൂവിൽ ക്ലാസിക് വ്യൂ കൊടുത്തതിന് ശേഷം ലോഞ്ച് സൈറ്റ് കൊടുക്കുക. ആ സമയത്ത് തന്നെ ടൈറ്റിലൊക്കെ അടിച്ചു പോയാൽ അത്ര എളുപ്പമായിരിക്കും. ലോഞ്ച് സൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രീ ആയിട്ടുള്ള ഓപ്ഷനൊക്കെ ചൂസ് ചെയ്ത് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്ലോഗിൻ്റെ URL-നകത്ത് ഡാഷ്ബോർഡിൽ പോയിട്ട് പോസ്റ്റ് വല്ലതും ഡ്രാഫ്റ്റ് ആയിട്ട് കിടപ്പുണ്ടോ, ഡമ്മി പോസ്റ്റുകൾ കിടപ്പുണ്ടോ, അതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയുക. ഡ്രാഫ്റ്റ് പോസ്റ്റ് നമ്മളെ പോസ്റ്റ് പബ്ലിഷ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ വെരിഫിക്കേഷൻ പ്രോസസ്സിലേക്ക് പോകേണ്ടത്. സെർച്ച് കൺസോൾ വെരിഫൈ ചെയ്തതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ലിങ്ക് അയക്കാം. വീഡിയോ ലിങ്കുകൾ ആർക്കെങ്കിലും കാണാൻ പറ്റാതെ പോവുകയാണെങ്കിൽ നിങ്ങളുടെ യൂട്യൂബ് കാണാൻ വേണ്ടിയോ യൂട്യൂബ് അക്കൗണ്ടിന് ഉപയോഗിക്കുന്ന Gmail ID ആണ് എനിക്ക് അയച്ചു തരേണ്ടത്. കാരണം വീഡിയോസ് ലിങ്ക് മുഖേന അൺലിസ്റ്റഡ് ആയിട്ട് പബ്ലിക്കായിട്ട് കൊടുക്കേണ്ട. ആ ലിങ്ക് നമ്മൾ പഠിക്കുന്ന ആൾക്കാർ മാത്രം കണ്ടാൽ മതി എന്ന് CCK തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് നമ്മുടെ ക്ലാസ്സിലുള്ള ആൾക്കാർ Gmail ID കൊടുത്തേക്കുന്ന ആൾക്കാർക്ക് മാത്രം കാണാൻ പറ്റുന്ന രീതിയിൽ റെസ്ട്രിക്റ്റ് ചെയ്താണ് അയച്ചേക്കുന്നത്. അപ്പോൾ ആ Gmail ID-യും ലോഗിൻ ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ കൊടുത്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ കൊടുത്തത്. അപ്പം ആർക്കെങ്കിലും വീഡിയോസ് കാണാൻ പറ്റുന്നില്ലെങ്കിൽ എൻ്റെ അടുത്ത് പറയുക. Gmail ID നിങ്ങൾ യൂട്യൂബൊക്കെ കാണാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെയിൻ Gmail ID എനിക്ക് അയച്ചു തരിക. ഇനി ചില ആൾക്കാർ Gmail ID ലോഗിൻ ചെയ്ത് കഴിഞ്ഞാലും വേറെ ഏതെങ്കിലും യൂട്യൂബ് ചാനലിനകത്താണ്, നിങ്ങൾക്ക് ഒരുപാട് 2-3 ചാനലൊക്കെ ഉണ്ടെങ്കിൽ ചാനലിലേക്ക് മാറി നിൽക്കുകയാണെങ്കിൽ കാണാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളുടെ ഡിഫോൾട്ട് ചാനൽ അക്കൗണ്ട് യൂട്യൂബ് അക്കൗണ്ട് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണാം. അപ്പോൾ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുകയോ മെസ്സേജ് ചെയ്യുകയോ ചെയ്യുക. ഇന്നത്തെ ക്ലാസ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, ഞാൻ വീഡിയോ ലിങ്ക് അയച്ചു തരാം. ഇതിത്രയും ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ ചെയ്യുക. ഇനി അനശ്വരയും അനശ്വരയും ഇല്ല, ഒലിയായിരിക്കും നിങ്ങളുടെ ബ്ലോഗൊക്കെ ഒന്ന് ചെക്ക് ചെയ്യും. ഈ പ്രോസസ്സ് എന്നെ കണ്ടിന്യൂ ചെയ്യണമെന്നുള്ള ആൾക്കാർക്ക് ഗൈഡ് ലൈൻസ് അവർ തരും. പിന്നെ അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞിരിക്കുന്നത് രണ്ടാമതൊരു ബ്ലോഗ് സ്പോട്ട് ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യുന്നതിനെ പറ്റിയാണ്. ഈ ബ്ലോഗ് തന്നെ ചെക്ക് ചെയ്യാനോ വെരിഫൈ ചെയ്യാനോ ഉള്ള ആൾക്കാർക്ക് ഒലിയടുത്ത് അത് റിക്വസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ എൻ്റെ സെഷൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇന്നത്തെ സമയം അതിക്രമിച്ചിരിക്കുകയാണ്. എല്ലാവരും പേരൊന്ന് ചാറ്റ് ബോക്സിനകത്ത് ഇടുമോ? ഇപ്പോൾ ഉള്ള ആൾക്കാരെല്ലാവരും പേരൊന്ന് ടൈപ്പ് ചെയ്തിടുമോ? ചാറ്റിനകത്ത് ഇട്ടാൽ പേര് ടൈപ്പ് ചെയ്തൊന്ന് ഇടാമോ? രതീഷ് സ്ക്രീൻ സ്റ്റോപ്പ് ചെയ്തോ? പ്രസൻറ്റ് ചെയ്തേക്കണം, സ്റ്റോപ്പ് ചെയ്തോ? സ്റ്റോപ്പ്. 1 2 3 4 5 ആൾക്കാരേ ഉള്ളൂ. അംബരീഷ് ഇത്രേ ഉള്ളൂ. അപ്പം ഞാൻ ഇപ്പം അനശ്വര ജോയിൻ ചെയ്യാം. നിങ്ങൾ ഹോൾഡ് ചെയ്താൽ മതി, പോകരുത്.